മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വന്നു സലാം പറഞ്ഞു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സലാം അടക്കിയില്ല. മദീനത്തെ പള്ളിയിൽ ഇരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ വന്നിട്ട് സലാം പറഞ്ഞു. മഹാനവറുകൾ സലാം അടക്കിയില്ല. അപ്പൊ വിഷമമായി, സങ്കടായി. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിഷമം പറഞ്ഞു. മഹാനായ സിദ്ദീഖ് തങ്ങളെ, ഉസ്മാൻ എന്നവര് പള്ളിയിലിരിക്കുമ്പോ ഞാൻ ചെന്ന് സലാം പറഞ്ഞു. മഹാനവറുകൾ എന്നോട് സലാം അടക്കിയില്ല, എന്റെ മുഖത്തേക്ക് നോക്കിയതുപോലുമില്ല. രണ്ടുപേരും വന്നു. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കൈപിടിച്ചു വന്നു. എന്നിട്ട് പറഞ്ഞു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് സലാം പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട ഇങ്ങനെ ഒരു ഞെട്ടി ബഹുമാനപ്പെട്ട ഒരു സലാം അടക്കി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്റെ ഉസ്മാനെ, ഉമർ ഇബ്നുൽ ഖത്താബിനോട് വല്ല പണക്കവുമുണ്ടോ, നീരസവുമുണ്ടോ? ഇല്ല മഹാനവറുകളെ, എന്റെ അഖി, എന്റെ ഏറ്റവും സഹോദരൻ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിനോട് എന്ത് പണക്കം, എന്ത് അലോഗ്യം. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് പറഞ്ഞു, പിന്നെ എന്തേ നീ സലാം അടക്കാതിരുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് വന്ന് സലാം പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, ഞാൻ അറിഞ്ഞിട്ടില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് വന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, സലാം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല. ബഹുമാനപ്പെട്ടവർ എന്തോ ഒരു ആലോചനയിലായിരുന്നു, പരിസരം മറന്നൊരു ഫിക്റിലായിരുന്നു. പറഞ്ഞു, ഞാൻ വലിയ ഒരു ആലോചനയിലായിരുന്നു, ഒരു ചിന്തയിലായിരുന്നു. എന്താണ് ചിന്ത, എന്താ ആലോചന? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ പറഞ്ഞു, മുത്തുനബി നമ്മോട് വഫാത്തായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് യാത്ര പറഞ്ഞു പോയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ വഫാത്താകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കാൻ ഞാൻ വിട്ടുപോയി. ആ വേദനയിൽ, ആ സങ്കടത്തിലിരിക്കുകയാണ്. ഇനി ചോദിക്കാനാവില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഒരു കാര്യം ചോദിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ചോദിക്കണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ചോദിക്കാൻ കഴിഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ യാത്രയായി. ഞാൻ ആ സങ്കടത്തിൽ, ആ വേദനയിൽ ഇരിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ സങ്കടം പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ചോദിച്ചു, എന്താണ് മുത്തുനബിയോട് നീ ചോദിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്? ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കലിമത്തുൻ നജാത്ത്, രക്ഷയുടെ വാക്ക്. കലിമത്തുൻ നജാത്ത്, രക്ഷപ്പെടാനുള്ള കലിമ, രക്ഷപ്പെടാനുള്ള ഒരു വാക്ക്. അത് എന്താണെന്ന് ചോദിക്കാൻ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉസ്മാനെ, നിങ്ങൾ സങ്കടപ്പെടണ്ട, അത് ഞാൻ ചോദിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. നിങ്ങൾ ചോദിക്കാൻ മറന്നുപോയി, അല്ലെങ്കിൽ വിട്ടുപോയി കഴിഞ്ഞില്ല, വിഷമിക്കണ്ട, ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്. ഏതാണ് നബിയെ? കലിമത്തുൻ നജാത്ത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കലിമത്തു ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമ എവിടെയും ഉണ്ടാകണം. അത് ഖൽബിലുണ്ടാകണം, അത് നാക്കിലുണ്ടാകണം, അത് കണ്ണിലുണ്ടാകണം, അത് കാതിലുണ്ടാകണം, അത് കൈകാലുകളിലുണ്ടാകണം, അത് ശരീരത്തിൽ ആസകലമുണ്ടാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതങ്ങനെ ചൊല്ലിയാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഖൽബിലുണ്ടാവണം. വെറുതെ നാക്കുകൊണ്ടുള്ള അധര വ്യായാമമല്ല, നാക്കുകൊണ്ട് ചൊല്ലുന്നത് ഖൽബിനെ ശക്തിപ്പെടുത്താനാണ്. ഖൽബിലുണ്ടായിട്ട് നാക്കുകൊണ്ട് ചൊല്ലുമ്പോഴാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവുക. നമ്മളൊക്കെ ധാരാളം ദിക്ർ ചൊല്ലാറുണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലാറുണ്ട്, മരിച്ച വീട്ടിൽ ചൊല്ലാറുണ്ട്, പലയിടത്തും ചൊല്ലാറുണ്ട്. പക്ഷെ അതൊരു ചൊല്ലിപ്പോക്ക് എന്നതിൽ കവിഞ്ഞ് പലപ്പോഴും അത് ഖൽബിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു ചൊല്ലൽ, അത് ഖൽബിൽ നിന്ന്
അത് ഖൽബിലങ്ങ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് എല്ലാ അവയവങ്ങളിലേക്കും വ്യാപിക്കും. അല്ലേ? ഖൽബിൽ നിന്ന് എല്ലാ അവയവങ്ങളിലേക്കും ബന്ധമുണ്ട്. രക്തയോട്ടത്തിന്റെ ബന്ധമുണ്ട്. ഖൽബിൽ നിന്നാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും രക്തം എത്തിച്ചേരുന്നത്. ഖൽബിന് ശാസ്ത്രലോകത്തിനും ഡോക്ടർമാർക്കും മനസ്സിലാക്കാൻ കഴിയാത്ത ഖൽബിന്റെ മഹാത്ഭുതങ്ങളുണ്ട്. അതിന്റെ ആ റൂഹിയായ ആത്മീയമായ ബന്ധം ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളിലേക്കുമുണ്ട്. ഖൽബിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്തു തൗഹീദ് നിറഞ്ഞു കവിഞ്ഞാൽ അത് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും അത് എത്തും, അത് വ്യാപിക്കും. അപ്പോൾ അള്ളാഹുവിന്റെ നൂറാനിയത്ത്, പടച്ചറബിന്റെ പ്രകാശം നമ്മുടെ ഖൽബിനെ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് പ്രകാശിപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ കണ്ണ്, കാത്, അവയവങ്ങൾ, കൈകാലുകൾ എല്ലാം അത് കലിമത്തു തൗഹീദ് കൊണ്ട്, അത് പരിശുദ്ധമായ കലിമത്തുൻ നജാത്ത് കൊണ്ട്, ഏറ്റവും വലിയ നൂറാനിയത്ത് കൊണ്ട് ശരീരം മുഴുവനും പ്രകാശിക്കാൻ കാരണമായി തീരും. ശരീരം മുഴുവൻ പ്രകാശം പരന്നാൽ, ശരീരം മുഴുവനും പടച്ചറബിന്റെ നൂറ് പരന്നു കഴിഞ്ഞാൽ ശരീരത്തിന്റെ മണ്ണിന്റെ സ്വഭാവം ഇല്ലാതായി പോകും. അങ്ങനെയുള്ള ശരീരങ്ങൾ പിന്നെ മണ്ണ് തിന്നുകയില്ല. ആ ശരീരങ്ങളിൽ പിന്നെ പുഴുക്കളരിക്കുകയില്ല. കാരണം ശരീരം മണ്ണായാലാണ് അത് മണ്ണിലേക്ക് ചേരുക. ശരീരം പ്രകാശമായാലോ, ശരീരം പ്രകാശിച്ചു കഴിഞ്ഞാലോ, ശരീരത്തിന് മണ്ണിന്റെ സ്വഭാവങ്ങൾ ശരീരത്തിൽ നിന്ന് പോയാലോ, ശരീരം തന്നെ പ്രകാശിച്ചു പോയാലോ ആ ശരീരം പിന്നെ മണ്ണ് തിന്നൂല. മഹാനായ മഹാന്മാരായ അമ്പിയാക്കളുടെ ശരീരങ്ങൾ മണ്ണ് തിന്നാതായി. ചില പ്രത്യേകക്കാരായ ആളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെയുള്ള ഏറ്റവും വലിയ മഹത്തായ സൗഭാഗ്യം നൽകി. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു വഴി പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ കലാം. അല്ലാഹുവിന്റെ കലാം പരിശുദ്ധമായ ഖുർആൻ. ഖുർആൻ നൂറാണ്, ഖുർആൻ പ്രകാശമാണ്. അല്ലാഹുവിന്റെ കലാം അത് ഏറ്റവും വലിയ നൂറാണ്, പ്രകാശമാണ്. നമ്മള് ഈ മണ്ണിൽ നിന്ന് പടക്കപ്പെട്ട, മണ്ണിൽ ജീവിക്കുന്ന നമ്മൾ മണ്ണുമായി ബന്ധപ്പെട്ട ചിന്തകളും ചർച്ചകളും മാത്രമേ നമുക്കുള്ളൂ. ആ മണ്ണുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ താല്പര്യങ്ങളെ നമുക്കുള്ളൂ. അതുകൊണ്ട് നമുക്കൊക്കെ ഏറ്റവും മുഖ്യമായ വിഷയം ഭക്ഷണം കഴിക്കലാണ്. കാരണം ഭക്ഷണം അത് മണ്ണിൽ നിന്നുള്ളതാണ്. അത് മണ്ണിലേക്ക് തന്നെ കൊണ്ടുപോയി കൊട്ടാനുള്ളതാണ്. എത്ര നല്ല മണവും നല്ല രുചിയും ഒക്കെയുള്ള ഭക്ഷണമാണെങ്കിലും അത് കൊണ്ടുപോയി കൊട്ടുമ്പോൾ അത് ആർക്കും വേണ്ട. ഏറ്റവും വൃത്തികെട്ടത്, മൂക്ക് പൊത്തിപ്പിടിച്ച് നല്ല എല്ലാ ഭക്ഷണങ്ങളും സുഗന്ധവസ്തുക്കളും മരുന്നും ഒക്കെ കഴിച്ച് തടിപ്പിച്ച് കൊഴുപ്പിച്ച ഈ ശരീരം, ആ ശരീരവും അവസാനം മണ്ണിലേക്ക് കൊണ്ടുപോയിക്കുമ്പോൾ ദുർഗന്ധം കൊണ്ട് സഹിക്കവയ്യാതെ, അതുകൊണ്ട് നമ്മൾ നല്ലോണം ഭൂമിയിൽ താഴ്ത്തി 6 അടി മണ്ണിലേക്ക് താഴ്ത്തി ഈ ശരീരം കൊണ്ടുപോയി ഒഴിവാക്കും. എന്നാലും ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയ, ദുനിയാവിനാണ് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത്. അങ്ങനെ ആയിപ്പോയി. നമ്മുടെ ചിന്തയും നമ്മുടെ നോട്ടവും നമ്മുടെ കേൾവിയും നമ്മുടെ വാക്കും നമ്മുടെ പ്രവർത്തനവും ഒക്കെ മണ്ണിൽ അധിഷ്ഠിതമായി പോയി. അതിലേക്ക് അല്ലാഹുവിന്റെ നൂറാനിയത്ത് പ്രകാശം കിട്ടിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോ അപ്പൊ ഇതിനൊരുപാട് പണിയെടുക്കണം, ഒരുപാട് അധ്വാനിക്കണം, ഒരുപാട് പ്രയാസപ്പെടണം എന്നും ആലോചിക്കണ്ട. അള്ളാഹുവിന്റെ നൂറ്, പടച്ച റബ്ബിന്റെ പ്രകാശം ഒരു തരിമ്പ് കിട്ടിയാൽ അൽഹംദുലില്ലാ മതി. അതിനൊരുപാട് വിദ്യാഭ്യാസം വേണ്ട, അതിനൊരുപാട് അറിവ് വേണ്ട. ഞാനിതൊരു വഴി പറഞ്ഞതാണ്. പടച്ച റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഖൽബിലേക്ക് നൂറിട്ട് തന്നു കഴിഞ്ഞാൽ അതിന് ഒരുപാട് അധ്വാനം വേണ്ട. അള്ളാഹു തീരുമാനിച്ചാൽ അതിനൊരുപാട് ദിക്റും ചൊല്ലണ്ട, ഖുർആൻ ഓതണ്ട, നിസ്കരിക്കും വേണ്ട, ഒന്നും വേണ്ട. അല്ലേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് റബ്ബിന്റെ വലിയൊരു നിഅമത്താണ്. എത്രയോ വലിയ വലിയ മഹാന്മാര് ചരിത്രത്തിൽ കഴിഞ്ഞുപോയി. എത്രയോ കോടിക്കണക്കിന് ദിക്റുകൾ ചൊല്ലിയവർ കഴിഞ്ഞുപോയി. 40 കൊല്ലം തുടർച്ചയായി ഇശാ നിസ്കരിച്ച അതേ വുദൂ കൊണ്ട് സുബഹി നിസ്കരിച്ചവർ കഴിഞ്ഞുപോയി.
70,000 തവണ ഖുർആൻ ഖത്തമോദ് തീർത്ത ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം കഴിഞ്ഞുപോയി. ഇബാദത്തുകൾക്ക് കയ്യും കണക്കുമില്ലാത്ത വലിയ വലിയ മഹാന്മാര്, ഇമാമിയങ്ങൾ, ഉലമാ, ഔലിയാക്കൾ, മഹാന്മാര് കഴിഞ്ഞുപോയി. അവരെക്കാളൊക്കെ ഏറ്റവും വലിയ ഉന്നതനായ ഒരു മഹാമനുഷ്യൻ ഒറ്റ വഖത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു സൂറത്തുൽ ഫാത്തിഹ പഠിച്ചിട്ടില്ല. പക്ഷേ ഈ വലിയ ഇമാമിയങ്ങളെക്കാൾ, ഈ വലിയ മഹാന്മാരെക്കാൾ, ഈ ഔലിയാക്കളെക്കാൾ, ആരിഫ്യങ്ങളെക്കാൾ, ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളെക്കാൾ, ഇമാം ഷാഫി തങ്ങളെക്കാൾ, അബൂ ഹനീഫ ഇമാമിനെക്കാളൊക്കെ വലിയ ആളായി ഒരാൾ, അദ്ദേഹം ഒരൊറ്റ വഖത്ത് പോലും നിസ്കരിച്ചിട്ടില്ല, സൂറത്തുൽ ഫാത്തിഹ പഠിച്ചിട്ടില്ല. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജൂതന്മാരുടെ ആട്ടുമേപ്പുകാരനായ ഒരാൾ വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഒരു പടുമനുഷ്യനും അറിയൂല, ഒരക്ഷരം പഠിച്ചിട്ടില്ല, ഒരക്ഷരം വിദ്യാഭ്യാസം നേടിയിട്ടില്ല, ഒന്നും പഠിച്ചിട്ടില്ല. ഒരു നാടൻ, ഒരു അറാബിക്ക് അറിയുന്ന ഒരേ ഒരു പണി മാത്രമേ ഉള്ളൂ, ആടിന് പുല്ല് കൊടുക്കുക, ആട് മേക്ക, വള്ളം കാട്ട. ആട്ടിടയനായ അറാബി മറ്റൊന്നും അറിയില്ല, ഒരു ലോകം തിരിയൂല, ഒരക്ഷരം പഠിച്ചിട്ടില്ല. പടുമനുഷ്യൻ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്ത് ഒരു പടു ഇതേ അറിയുള്ളൂ, പിന്നെ പറയാമല്ലോ. ആകെ അറിയണ ഒരു പണി എന്തുള്ളൂ? ആടിന് വെള്ളം കൊടുക്കുക, ആടിന് വെള്ളം കാട്ട, ആടിന് ഭക്ഷണം കൊടുക്കുക. വേറെ ഒരു പണി അറിയൂല. ജൂതന്മാരുടെ ആടുമേപ്പുകാരൻ. ആരോ പറയുന്നത് കേട്ടു, ഇങ്ങനെ മുഹമ്മദ് നബി എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരിക്കൽ കണ്ടു. അപ്പൊ ചോദിച്ചു, നിങ്ങൾ ആരാണ്? ഞാൻ മുഹമ്മദാണ്, അന റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, എന്നെയും നിന്നെയും പടച്ച അല്ലാഹുവിന്റെ റസൂലാണ് ഞാൻ, എന്നെയും നിന്നെയും പടച്ച നമുക്ക് നമ്മുടെ ഈ എല്ലാവരുടെയും യജമാനനായ ഒരുത്തനുണ്ട്, രാജാതിരാജനായ റബ്ബ് അല്ലാഹു. അവൻ പറഞ്ഞയച്ച റസൂലാണ്, ദൂതനാണ് ഞാൻ. അപ്പോൾ ഇയാൾ ചോദിച്ചു, ഞാൻ നിങ്ങളുടെ അനുയായി ആവാൻ പറ്റോ? ഇവരൊക്കെ നിങ്ങളുടെ അനുയായികളായതുപോലെ, ഇവരൊക്കെ നിങ്ങളുടെ സഹാബിമാരായതുപോലെ എനിക്കും നിങ്ങളുടെ സഹാബി ആവാൻ പറ്റുമോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതെ, നഅം. അതിന് ഞാനെന്താണ് ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിന്റെ കയ്യിൽ നിന്റെ മനസ്സിലുറപ്പിച്ചിട്ട് അശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലിയാ മതി. എന്നാൽ മുഹമ്മദ് നബിയെ എനിക്കും അത് ചൊല്ലിത്തരണം. ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിക്കൊടുത്തു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചുകൊണ്ട് ഈ കലിമ രണ്ടും ചൊല്ലി മുസ്ലിമായി ആ മഹാനായ അറാബി അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയെ, ഞാൻ എന്റെ മുതലാളിമാരുടെ ആടുകളുമായിട്ടാണ് വന്നിട്ടുള്ളത്, ആട് മേക്കാൻ ഇറങ്ങിയതാണ്, ഞാനിപ്പോൾ മുസ്ലിമായി, ഞാൻ എന്റെ പഴയ മതം വിട്ടു, ഞാനിപ്പോൾ മുസ്ലിമാണ്, അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഞാനിനി ആടുകൾ എന്താ ചെയ്യാ? മഹാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആടുകൾ നിന്റെ മുതലാളിമാരുടേതാണ്, അത് അവർ വിശ്വസിച്ച് നിന്നെ ഏൽപ്പിച്ചതാ, അത് അവിടെ കൊണ്ടുപോയി ഏൽപ്പിക്കണം. മുത്ത് നബിയെ, ഞാൻ അവിടെ പോയാൽ ഞാൻ മുസ്ലിമാണ്, എനിക്ക് അവരുടെ മുന്നിൽ പോകാൻ ഇനി താല്പര്യമില്ല, അവരുടെ ജോലിക്കാരനായി തുടരാനും എനിക്ക് താല്പര്യമില്ല. അല്ലാഹുവിന്റെ റസൂലേ, മഹാനായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്നാൽ നീ ആടുകളുമായി നീ അങ്ങോട്ട് പോകണ്ട, അവർക്ക് മുഖം കൊടുക്കണ്ട, ആടുകൾക്ക് വഴി കാണിച്ചു കൊടുക്ക. ആടുകൾക്ക് വഴി കാണിച്ചു കൊടുത്താൽ ആടുകൾ അങ്ങനെ അങ്ങോട്ട് കയറണ്ട, പക്ഷേ അവരുടെ വീട്ടുവളപ്പിലേക്ക് ആ ഗേറ്റ് വരെ ആ വഴി കാണിച്ചു കൊടുത്താൽ പിന്നെ ആടുകൾ അങ്ങനെ കൂട്ടിലേക്ക് പോയിക്കോളും. അങ്ങനെ ആടുകൾ കൂട്ടിലേക്ക് പോയി എന്ന് ഉറപ്പുവരുത്തി ഇങ്ങോട്ട് പോന്നളാ എന്ന് പറഞ്ഞു മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
ഈ അറാബി ആടുകളുമായി പോയി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ആ വഴിക്ക് പ്രവേശിപ്പിച്ചു. ആടുകൾ അങ്ങനെ പോയി കൂട്ടിൽ കയറിയെന്ന് ഉറപ്പാക്കി. ഈ അറാബി തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് മഹാന്മാരായ സ്വഹാബിമാര് ഖൈബറിലേക്ക് പോകാനുള്ള ഒരുക്കം നടത്തുകയാണ്. മുത്തനബിയുടെ സ്വഹാബിമാര് ഖൈബറിലേക്ക് പോകാനുള്ള ഒരുക്കം നടത്തുകയാണ്. ചില ആളുകൾ പടച്ചട്ടണിയുന്നു, ചില ആളുകൾ കുതിരയെ ഒരുക്കി തയ്യാറാക്കുന്നു, ചില ആളുകൾ വാളിന് മൂർച്ച കൂട്ടുന്നു. ഈ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ തിരിച്ചു വന്ന ഈ അറാബിയായ സ്വഹാബി മുത്തനബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഇവരെങ്ങോട്ടാണ് ഒരുങ്ങുന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പരിശുദ്ധമായ ദീനിനു വേണ്ടി, അല്ലാഹുവിന് വേണ്ടി നീ ചൊല്ലിയ കലിമയുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ കലിമ, കലിമത്തുല്ലാഹി ഹിയൽ ഉലിയ, അത് മേലെയാവാൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ പടയോട്ടത്തിന് പോവുകയാണ്. ഇസ്ലാമിനെതിരെ വരുന്ന ശത്രുക്കൾക്കെതിരെയുള്ള യുദ്ധത്തിന് ഇവര് പോകാനൊരുങ്ങുകയാണ്. ഈ സ്വഹാബി ചോദിച്ചു, മുത്തനബിയെ, ഞാനും അവരുടെ കൂടെ പോകട്ടെ? നിനക്കും പോകാം, നിനക്ക് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിനക്കും പോകാം. പോയാൽ എനിക്ക് എന്താണ് കിട്ടുക നബിയെ? ഇവരുടെ കൂടെ യുദ്ധത്തിന് പോയാൽ എന്താണ് എനിക്ക് കിട്ടുക? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അൽ ജന്ന, നിനക്ക് സ്വർഗം കിട്ടും. ഹസ്ബി ഹസ്ബി, അത് മതി, അത് മതി, വേറൊന്നും വേണ്ട നബിയെ, മതി. ഒരു സഹാബിയിൽ നിന്നൊരു പടച്ചട്ട വാങ്ങി, മറ്റൊരാളിൽ നിന്നൊരു വാളും വാങ്ങി. ഈ അറാബി പരിശുദ്ധമായ മുത്തുനബിയുടെ സമ്മതത്തോടുകൂടെ മഹാന്മാരായ സഹാബത്തിന്റെ കൂടെ യുദ്ധത്തിന് പോയി. യുദ്ധം കൊടുമ്പിരി കൊണ്ടു. യുദ്ധം തുടങ്ങി ഏതാനും സമയങ്ങൾ കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, ഫഖുതിലൽ അറാബി മഖ്തൂല, ആ യുദ്ധക്കളത്തിൽ മഹാനവർകൾ ഷഹീദായി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് ഷഹീദായ അറാബിയായ സ്വഹാബിയുടെ ജനാസ സ്വഹാബത്ത് കൊണ്ടുവന്നു. കണ്ടപ്പോൾ മുത്തുനബിക്ക് കണ്ണീര് വന്നു, അല്ലാഹുവിന്റെ റസൂലിന് കണ്ണീര് വന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആ ജനാസ പരിപാലിക്കാൻ നേതൃത്വം നൽകി. മുത്തുനബിയുടെ കൈകൊണ്ട് തന്നെയാണ് ഖബറിലേക്ക് ഇറക്കി വെച്ചത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലേക്ക് ഇറക്കി വെച്ചു. ഖബറിൽ നിന്ന് മുത്തുനബി കയറി. എന്നിട്ട് ഖബറിന്റെ ഒരത്ത് റസൂലുള്ള ഖബറിലേക്ക് അങ്ങനെ നോക്കി നിന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോ മുത്തുനബി പെട്ടെന്ന് പിന്നിലേക്ക് മാറി. അല്ലാഹുവിന്റെ റസൂൽ പിന്നിലേക്ക് മാറി. എന്തോ ഒരു നാണം തോന്നിയതുപോലെ, എന്തോ ഒരു ലജ്ജ തോന്നിയതുപോലെ പെട്ടെന്ന് റസൂൽ മുഖം മറച്ചുകൊണ്ട് പിന്നിലേക്ക് മാറി. ഈ അത്ഭുതം കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബിയെ, എന്തേ നിങ്ങൾ എന്തോ ഒരു കാഴ്ച കണ്ട് ലജ്ജയോടുകൂടെ മുഖം തിരിച്ച് മാറിയതുപോലെ മാറിയത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നി റഅയ്തുൽ ഹൂറൈൻ, ഞാൻ രണ്ട് ഹൂറികളായ പെണ്ണുങ്ങളെ കണ്ടു. ഇന്നി റഅയ്തുൽ ഹൂറൈൻ, ഞാൻ രണ്ട് ഹൂറികളായ സുന്ദരിമാരെ കണ്ടു. ആ രണ്ട് സുന്ദരിമാര് ഈ സഹോദരന്റെ ഖബറിലേക്ക് കൂട്ടായി കടന്നു വന്നതാണ്. എന്നിട്ട് അവർ ഖബറിലേക്ക് കയറുന്നു. എന്നിട്ട് കഫംപുട മാറ്റുന്നു. കഫംപുട മഹാനവറുകളിൽ നിന്ന് മാറ്റിയിട്ട് ആ മഹാനുഭാവന്റെ മുഖത്തേക്ക് ചുംബിക്കാനൊരുങ്ങുകയാണ്. ഇത് കണ്ടപ്പോൾ എനിക്കൊരു ലജ്ജയായി, ഞാൻ പെട്ടെന്ന് മാറി എന്ന് മഹാനായ ശഫീഉന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു സഹാബിയാണ്. ഒരൊറ്റ വഖത്ത് നിസ്കരിച്ചിട്ടില്ല, ഒരു സൂറത്തുൽ ഫാത്തിഹ പോലും പഠിച്ചിട്ടില്ല. ചെയ്തതെന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്, മുത്തുനബിയുടെ കൈ പിടിച്ചുകൊണ്ട് രണ്ട് കലിമ ചൊല്ലി മുസ്ലിമായി, അന്ന് തന്നെ മുസ്ലിമായി ഷഹീദായി മരണപ്പെടുകയും ചെയ്തു. ഇമാം ഷാഫിഈ തങ്ങളെക്കാൾ, അബൂ ഹനീഫ ഇമാമിനേക്കാൾ, ഗൗസുൽ ആലം തങ്ങളെക്കാൾ, ലോകത്ത് കഴിഞ്ഞുപോയ ഔലിയാക്കളെക്കാൾ, മഹാന്മാരെക്കാൾ, ആരിഫ്യങ്ങളെക്കാൾ ഏറ്റവും വലിയ മഹാനാണ് അദ്ദേഹം. കാരണം എല്ലാ മഹാന്മാരുടെയും നേതാക്കളാണ് അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബിമാർ.
അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഖൽബിലേക്ക് പ്രകാശം ഇട്ടുകൊടുത്തു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരുടെ ഖൽബിലേക്ക് ഒരു നൂറ് ഇട്ടുകൊടുത്തു. അവരുടെ ഖൽബ് പ്രകാശിച്ചു, അവരുടെ ശരീരം പ്രകാശിച്ചു. അല്ലേ? നമ്മൾ ചിന്തിക്കണം, എത്രയോ ആളുകൾ മക്കത്ത് കഴിഞ്ഞുപോയി, നല്ല ബുദ്ധിയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു ബുദ്ധിയില്ലാത്ത ആളുകൾ ഉണ്ടായിരുന്നു. ഒരു ബുദ്ധിയില്ല, അവർക്കൊന്നും അറിയൂല, ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഏറ്റവും വലിയ സൗഭാഗ്യം നൽകി ഹിദായത്തിന്റെ വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. ഒരു വിവരമില്ല, ഒരു വിദ്യാഭ്യാസമല്ല, ഒന്നും അറിയൂല. അങ്ങനത്തെ സ്വഹാബിമാര് കഴിഞ്ഞുപോയി. പക്ഷെ നല്ല ബുദ്ധിയും വിദ്യാഭ്യാസവും വിവരവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണ് എന്ന അറിവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൂറ് ഒരൽപ്പം പോലും ഇട്ടുകൊടുത്തില്ല. അവരുടെ ഖൽബിൽ കൂരിട്ടുകൊണ്ട് അല്ലാഹു നിറച്ചു കളഞ്ഞു. അബൂജഹലിന് എല്ലാം അറിയായിരുന്നു ആരാണ് മഹാനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറയുന്നതൊക്കെ സത്യമാണ് എന്ന് അറിഞ്ഞിട്ട് പോലും ഖൽബിൽ ഇരുട്ട് പരന്നപ്പോൾ അത് ബോധ്യപ്പെട്ടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. മഹാന്മാരായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, മഹാന്മാരായ ഉന്നതന്മാരായ ആരിഫീങ്ങൾ, ഔലിയാക്കൾ, പടച്ച റബ്ബ് അവരുടെ ഖൽബിലേക്ക് ആ പ്രകാശമിട്ട് കൊടുത്താൽ അത് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയി. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയായിരിക്കുന്ന കാലത്ത് കാന സഗീറ, ഓത്തുപള്ളിയിൽ പഠിക്കുന്ന ചെറിയ കുട്ടിയാണ്. അങ്ങനെ സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പഠിച്ചു, അക്ഷരങ്ങളൊക്കെ പഠിച്ചു, സൂറത്തുൽ ഫാത്തിഹ ഓതാൻ പഠിച്ചു. ചെറിയ സൂറത്തുകളൊക്കെ ഇങ്ങനെ ഓതാണ്. സൂറത്തുൽ ഫാത്തിഹ ആദ്യം പഠിച്ചു, പിന്നെ സൂറത്തുൽ നാസിലെ ചെറിയ സൂറത്തുകള് താഴ്ന്ന് മേപ്പെട്ട് അങ്ങനെ പഠിക്കാണ്. ഫലമ്മാ വസല സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ എത്തിയ സമയത്ത് സൂറത്തുൽ മുസമ്മിൽ പഠിച്ചു. ആ സമയത്ത് കുട്ടി ഒരു ദിവസം വീട്ടിൽ വന്നപ്പോൾ ഉപ്പാനോട് ചോദിച്ചു, ഉപ്പ ഖാലലി അബീഹി, ഉപ്പ ഇവിടെ സൂറത്ത് മുസമ്മിലിൽ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിക്കണം, രാത്രി നിസ്കരിക്കണം, തഹജ്ജുദ് നിസ്കരിക്കണം എന്ന് പറഞ്ഞല്ലോ. ഉപ്പ മൻ ഹാദല്ലദീ അമറഹുല്ലാഹു ബിഖിയാമിൽ ലൈൽ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കണമെന്ന് സൂറത്ത് മുസമ്മിലിൽ ആരോടാണ് അള്ളാഹു കൽപ്പിച്ചത്? അപ്പൊ ഉപ്പ പറഞ്ഞു കൊടുത്തു, മോനെ യാ ബുനയ്യ മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ്. അപ്പൊ ഈ കുട്ടി ചോദിച്ചു, കുട്ടിയല്ലേ കുട്ടി ചോദിച്ചു, ഉപ്പ പിന്നെ ഫലിമലാ തഫ്അലു കമാ ഫഅല മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ പിന്നെ മുഹമ്മദ് നബി ചെയ്തതുപോലെ എന്താ നിങ്ങൾ ചെയ്യാത്തത് എന്ന് ചോദിച്ചു. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹുവിന്റെ കലാമ്, പരിശുദ്ധമായ ഖുർആൻ റബ്ബിന്റെ കലാമ്. തഹജ്ജുദ് നിസ്കരിക്കാൻ പറഞ്ഞു മുത്തുനബിയോട്. അപ്പൊ മുത്തുനബി തഹജ്ജുദ് നിസ്കരിച്ചു. ഉപ്പ നിങ്ങൾ എന്താണ് മുഹമ്മദ് നബി നിസ്കരിച്ചതുപോലെ നിസ്കരിക്കാത്തത് എന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ കുട്ടിനോട് എന്തെങ്കിലും മറുപടി പറയണ്ടേ, അല്ലേ? അപ്പൊ പറഞ്ഞു, മോനെ അത് മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു കൊടുത്ത ഒരു ഷറഫാണ്, ഒരു ബഹുമാനാണ് അത് എന്ന് പറഞ്ഞു. അത് ഇപ്പൊ പറഞ്ഞത് നുണയൊന്നല്ല, സത്യമാണ്. കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്ത ഷറഫും ബഹുമാനവും മുത്തയുമായിരുന്നു തഹജ്ജുദ് നിസ്കാരം. അല്ലെ? അള്ളാഹുവിന്റെ റസൂലിന് തഹജ്ജുദ് നിസ്കരിക്കൽ എന്തായിരുന്നു? നിർബന്ധമായിരുന്നു. നമുക്ക് സുന്നത്തേ ഉള്ളൂ. മുത്തുനബിക്ക് ദുഹാ നിസ്കരിക്കൽ, വിത്ർ നിസ്കരിക്കൽ നിർബന്ധമായിരുന്നു. നമുക്കെന്തുള്ളൂ? സുന്നത്തേ ഉള്ളൂ. അല്ലെ? ഇസ്ലാം ഏറ്റവും വലിയ ഹക്കാണ് എന്നതിന്റെ തെളിവുകളാണ് അതൊക്കെ. സാധാരണ മത നേതാക്കൾ എന്താ പറയാ? നിങ്ങൾ ചെയ്തോളീ എന്നാ പറയാ, അല്ലെ? അനുയായികളോടൊക്കെ ചെയ്യാൻ പറയും, അവര് ചെയ്യൂല. അനുയായികളോട് ചെയ്യാൻ പറയും, പക്ഷെ അവര് ചെയ്യൂല. അങ്ങനെയാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഇത് അനുയായികൾക്ക് ഭാരം കുറവ്, നേതാവിന് ഭാരം കൂടുതലാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമുക്ക് സുന്നത്തായ പല നിസ്കാരങ്ങളും റസൂലുള്ളാഹിക്ക് എന്തായിരുന്നു? നിർബന്ധമായിരുന്നു, ഫർളായിരുന്നു. ഉപരി പറഞ്ഞത് തെറ്റൊന്നല്ല, അത് മുത്തുനബിക്ക് അല്ലാഹു കൊടുത്ത പ്രത്യേകതയാണ്, മുത്തുനബിക്ക് കൊടുത്ത ബഹുമാനമാണ്.
ഈ സൂറത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തഹജ്ജുദ് നിർബന്ധിക്കുന്ന മുസ്ലിങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ റസൂലുള്ളാഹിന്റെ ഷറഫാണ് എന്നത് ഉപ്പ മകനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നുണ പറഞ്ഞതല്ല, സത്യം ആണ്. അത് സത്യമാണ്. നമുക്ക് സുന്നത്തല്ലേ ഉള്ളൂ, ചെയ്യണമെന്നില്ലല്ലോ. ആ നിലക്ക് ഉപ്പ പറഞ്ഞതാണ്. പിന്നെ ആ കുട്ടി പിന്നെ ഓതി فلما قرأ وطائفة من الذين معك നബിയെ അങ്ങയോട് കൂടെയുള്ള ഒരു വിഭാഗവും വതായിഫത്തും മിനല്ലദീന മഅക് എന്ന് പറഞ്ഞ ആ ഭാഗം ഈ കുട്ടി പറഞ്ഞിട്ട് ഉപ്പാനോട് ചോദിച്ചു, ഉപ്പായ അബത്തി മൻഹാ ഉലായി, മുഹമ്മദ് നബിയോട് അല്ലാഹു പറഞ്ഞല്ലോ നിങ്ങളോട് കൂടെയുള്ളവർ എന്ന്. ആ കൂടെയുള്ളവർ ആരാണ്? മൻഹാ ഉലായി. അപ്പൊ ഉപ്പ പറഞ്ഞു കൊടുത്തു, മോനെ അസ്ഹാബു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് മുത്ത് നബിയുടെ സ്വഹാബിമാരാണ്. അത് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. അപ്പൊ മോനെ പിന്നെയും ചോദിച്ചു, എന്നാ പിന്നെ മുഹമ്മദ് നബി ചെയ്യുന്നത് മുഴുവൻ ചെയ്യാത്തത് മുഹമ്മദ് നബിയുടെ പ്രത്യേകതയും ഷറഫുമാണ് നിങ്ങൾ പറഞ്ഞു. എന്നാൽ ഇവിടെ അസ്ഹാബിമാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിമാര് തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ടല്ലോ, അപ്പോ അവര് ചെയ്യുന്നത് പോലെ എന്താ ഉപ്പ നിങ്ങൾ ചെയ്യാത്തത്? ലിമ ലാ തഫ്അലു കമാ ഫഅലു, സഹാബത്ത് ചെയ്ത ഒരു പുണ്യകർമ്മ എന്തേ നിങ്ങൾ ചെയ്യാത്തത്? അപ്പോൾ പറഞ്ഞു, യാ ബുനയ്യ, മോനെ ഖവ്വാഹുമുല്ലാഹു അലാ ഖിയാമിൽ ലൈലി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ നല്ല ശക്തി കൊടുത്തു, ആരോഗ്യം കൊടുത്തു, രാത്രിയൊക്കെ എഴുന്നേറ്റ് നിസ്കരിക്കാൻ സഹാബത്തിന് അല്ലാഹു നല്ല ഖുവത്ത് കൊടുത്തു. അതുകൊണ്ടാണ് അവരൊക്കെ നിസ്കരിച്ചത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കുട്ടി പറഞ്ഞു, നിങ്ങൾ എന്ത് പറഞ്ഞാലും ലാ യാ അബതി ലാ ഖൈറ ഫീ മൻ ലാ യഖ്തദി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അസ്ഹാബി. ഉപ്പ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഉപ്പാ ലാ ഖൈറ, ഖൈറില്ല ഫീമൻ ലാ യഖ്തദി ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബിയെയും സഹാബത്തിനെയും പിൻപറ്റാത്തവരിൽ ഖൈറില്ല ഉപ്പാ. നിങ്ങൾ എന്ത് ന്യായം പറഞ്ഞാലും എന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപ്പാ മുത്ത് നബിയെയും സഹാബത്തിനെയും പിൻപറ്റാത്തവരിൽ ഖൈറില്ല. സുബ്ഹാനല്ലാഹ്. ഈ മകന്റെ വർത്തമാനം, പൊന്നുമോൻ ചെറിയ കുട്ടിയായി മകന്റെ വർത്തമാനം കേട്ടിട്ട് ഫസാറ അബൂഹു യുസല്ലി ബില്ലൈൽ, അന്ന് രാത്രി മുതൽ ഉപ്പ തഹജ്ജുദ് നിസ്കാരം തുടങ്ങി. ഫസാറ അബൂഹു യുസല്ലി ബില്ലൈൽ, അന്ന് മുതൽ ഉപ്പ തഹജ്ജുദ് നിസ്കാരം തുടങ്ങി. ഉപ്പാനോട് കുട്ടി പറഞ്ഞു, ഉപ്പായ അബത്തി അല്ലിംനി സ്വലാത്തൽ ലൈൽ, ഉപ്പ തഹജ്ജുദ് നിസ്കാരം എനിക്കും പഠിപ്പിച്ചു തരണം, എനിക്കും നിസ്കരിക്കാൻ ആഗ്രഹമാണ്. നിങ്ങളോടൊപ്പം എനിക്കും തഹജ്ജുദ് നിസ്കരിക്കാൻ, ആ തഹജ്ജുദ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് പഠിപ്പിച്ചു തരണം. ഫമനഹു അബൂ, ഉപ്പ പറഞ്ഞു, മോനെ വേണ്ട, നീ കുട്ടിയാണ്. യാ ബുനയ്യ ഇന്നക സഗീർ, മോനെ നീ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. തക്ലീഫ് നൽകാത്ത, കാര്യങ്ങൾ അനുശാസിക്കാത്ത പ്രായത്തിലെ ചെറിയ കുട്ടിയാണ് നീ ഉറങ്ങിക്കോ, നിന്റെ ആരോഗ്യം നോക്കണം, അതുകൊണ്ട് നീ തഹജ്ജുദ് നിസ്കരിക്കണ്ട. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, ഉപ്പ ഇദാ ജമഅല്ലാഹുൽ ഖലായിഖ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എല്ലാവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ, ഉപ്പ എല്ലാവരും മഹാന്മാര്, അമ്പിയാക്കൾ, ഔലിയാക്കൾ, നമ്മളെല്ലാവരും ഒത്തുവള്ളിയിൽ നിന്ന് ഉസ്താദ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്മെ എല്ലാവരെയും മഹ്ശറയിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടിയാൽ, വഅമറ അസ്ഹാബൽ ജന്നത്തി ഇലൽ ജന്ന, സ്വർഗ്ഗക്കാർക്ക് പോകാൻ പറയുമ്പോ, നരകക്കാരോട് നരകത്തിലേക്ക് പോകാൻ പറയുമ്പോ, മഹ്ശറയിൽ നമ്മളൊക്കെ ഒരുമിച്ച് കൂടുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറയും, ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് വലിയ അമലുകളെ ഇബാദത്തുകൾ ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് പറയും, അഖൂലു യാ റബ്ബി, പടച്ചോനെ അറത്തു സ്വലാത്ത ബില്ലൈലി, തഹജ്ജുദ് നിസ്കരിക്കാൻ ഞാൻ ഉദ്ദേശിച്ചു. ഫമനഅനി അബി, എന്റെ ഉപ്പ എന്നെ തടഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ അന്ന് തഹജ്ജുദ് നിസ്കരിക്കാത്തത്, ഞാൻ അല്ലാഹുവോട് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ഉപ്പ പറഞ്ഞു, മോനെ യാ ബുനയ്യ ഖും ഫസല്ലി ബില്ലൈൽ, നീ എഴുന്നേറ്റോ, നീ റബ്ബിന്റെ മുന്നിൽ രാത്രി നിസ്കരിച്ചോ, തഹജ്ജുദ് നിസ്കരിച്ചോ എന്ന് ഉപ്പ പറഞ്ഞു. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു,
മഹാനവറുകളുടെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറഞ്ഞത്. അപ്പൊ ചെറുപ്പം മുതലേ ഇല്ലേ അങ്ങനെയൊക്കെ ഇപ്പൊ ഉണ്ടാവുമോ? അള്ളാഹു റബ്ബുൽ ചില കുട്ടികളുടെ മനസ്സിൽ അങ്ങനെയുണ്ട്, നൂറാനിയത്തിട്ട് കൊടുത്താൽ അങ്ങനെയാണ്, അപ്പൊ ഉണ്ടാവും അല്ലേ? നമ്മൾ എത്ര പറഞ്ഞാലും ഉപദേശിച്ചാലും എന്താവണില്ല, ഓൻ തഹജ്ജുദ് വേണ്ട, ഫർള് നിസ്കരിക്കണില്ല, ഒരു പേജ് ഖുർആൻ ഓതുന്നില്ല, ഓനെ എന്ത് വിളിച്ചാലും എന്തോ അത് പറഞ്ഞാലും ഓനെ കിട്ടുന്നില്ല. എന്നാൽ ചില കുട്ടികൾ അങ്ങനെയല്ല, കൂടുതൽ വാദമൊന്നും പറയണ്ട, ഉപദേശിക്കണ്ട, അവര് അങ്ങനെ സ്വയം അവർ തയ്യാറായി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്തിന്റെയും നൂറിന്റെയും ആ ഒരു പ്രകാശം അങ്ങനെ ഇട്ടുകൊടുത്താൽ അൽഹംദുലില്ലാഹ് അല്ലേ? മഹാനവറുകൾ വലിയ ആളായി. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഒരുപാട് ചരിത്രങ്ങൾ, ഒരുപാട് കഥകളൊക്കെ പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. മഹാനവറുകൾ വലിയ ആളായി, അറിയപ്പെട്ട വലിയ മഹാനായി. എത്രത്തോളം അവസാനം പിന്നെ ഔലിയാക്കൾക്ക് ചില മഹാന്മാർക്കുണ്ടാകുന്ന ചില അവസ്ഥ, ചില ഹാലുകൾ മാറുന്ന അവസ്ഥ വരെ ഉണ്ടായി. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മറ്റൊരു മഹാനാണ് ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാഹ്. ദുന്നൂനുൽ മിസ്രി റഹിമഹുല്ലാഹ് ബഅസ ഇൻസാനൻ മിൻ അസ്ഹാബി, തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ അയച്ചു. ഇലാ അബി യസീദുൽ ബിസ്താമി, അബൂ യസീദുൽ ബിസ്താമി തങ്ങളുടെ അടുത്തേക്ക്. എന്തിനു വേണ്ടി? ലിയൻഖുല ഇലൈഹി സിഫത്ത് അബി യസീദുൽ ബിസ്താമി. അബൂ യസീദുൽ ബിസ്താമിയെ കുറിച്ച് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, വലിയ മഹാനാണ്, പലരും പല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ ആരാണ് അബൂ യസീദുൽ ബിസ്താമി എന്ന് മനസ്സിലാക്കി വരാൻ വേണ്ടി ഒരു ശിഷ്യനെ പറഞ്ഞയച്ചു. അല്ലേ? അങ്ങനെ ഉണ്ടാവുമല്ലോ, ഓരോ കാലത്തും ഒരുപാട് മഹാന്മാര് ഔലിയാക്കൾ ആരിഫ്യങ്ങൾ ഉണ്ടാവും. ചില ആളുകളെ കുറിച്ചൊക്കെ ഇങ്ങനെ അഭിപ്രായങ്ങളെ, ചിലർ പറയാ അയാൾ അങ്ങനെയൊക്കെയാണ്, ഇയാൾ ഇങ്ങനെയൊക്കെയാണ്, പല അഭിപ്രായം കേൾക്കുമല്ലോ. ദുന്നൂനുൽ മിസ്രി തങ്ങൾ എന്താണ് എന്ന് കൃത്യമായി പഠിക്കാൻ മനസ്സിലാക്കാൻ ഒരു ശിഷ്യനെ പറഞ്ഞു. ആ നാട്ടിലെത്തി, ബിസ്താം എന്നു പേരുള്ള നാട്ടിലെത്തി. ഫലമ്മാ ജാഅ റജുലു ഇലാ ബൽദത്ത് ബിസ്താം, എവിടെയാണ് അബൂ യസീദുൽ ബിസ്താമി എന്ന് അന്വേഷിച്ചു. അപ്പൊ ആളുകൾ പറഞ്ഞിട്ടത് ഇങ്ങനെ വഴിക്ക് പോയാൽ എന്നോടത്താണ് വീട്. ആ വീട്ടിൽ കയറി. ഫദഖല ബൈത അബീ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആ വീട്ടിലേക്ക് കയറി ബഹുമാനപ്പെട്ട ഒരു വാതിൽ തുറന്നു. എന്തേ പോകുന്നെന്ന് ചോദിച്ചു. മാതാ തുരീദ്, എന്തേ പോകുന്നെന്ന് ചോദിച്ചു. പറഞ്ഞു ഉരീദു അബാ യസീദ്, ഞാൻ അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ അന്വേഷിച്ചു വന്നതാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, അതെ, ഞാനും അത് അന്വേഷിച്ച് നടക്കുകയാണ്. അനഫി തലബി അബീ യസീദുൽ ബിസ്താമി, ഞാനും അബൂ യസീദുൽ ബിസ്താമിനെ അന്വേഷിച്ച് നടക്കുകയാണ്. എവിടെ മൂപ്പര്? എവിടെ? ഐന ഹുവ, എവിടെ? ആരാണ് മൻ അബൂ യസീദ്? ആരാണ് അബൂ യസീദ്? ഐന അബൂ യസീദ്, എവിടെയാണ് അബൂ യസീദ്? ഞാനും അനഫി തലബി അബീ യസീദ്, ഞാനും അബൂ യസീദിനെ അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പൊ ഇയാൾ ഒന്ന് കൺഫ്യൂഷനായി. കാരണം ഇയാൾ അല്ലായിരിക്കും, ആള് മാറിയോ? ഇയാൾ തിരിച്ച് പിന്നെ നാട്ടിനോട് എന്ന് ചോദിച്ചു, അല്ല, ഞാൻ അബൂ യസീദുൽ ബിസ്താമിനെ അന്വേഷിച്ചു വന്നതാണേ. അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ വീട്ടിൽ ചെന്നപ്പോ അയാൾ പറഞ്ഞു, മൂപ്പരും അബൂ യസീദുൽ ബിസ്താമിനെ അന്വേഷിച്ച് നടക്കാണ്, എവിടെ എന്നാ മൂപ്പര് വെക്കുന്നത്? അപ്പൊ ആളോട് പറഞ്ഞ ആ ആളെന്നെയാണ് മൂപ്പര് എന്ന് പറഞ്ഞു. പിന്നെയും ചെന്നു. മഹാനവറുകളെ, ഞാൻ അബൂ യസീദുൽ ബിസ്താമി എന്ന് പറയുന്നത് നിങ്ങളെ അന്വേഷിച്ചു വന്നതാണ്. അപ്പോൾ പറഞ്ഞു അദ്ദേഹം, പിന്നെയും പറഞ്ഞു, അതെ, ഞാനും അബൂ യസീദുൽ ബിസ്താമി അന്വേഷിച്ച് നടക്കാണ്. കാര്യമായിട്ട് പറയാ, എവിടെ മൂപ്പര്? അപ്പോൾ പിന്നെ ഇയാൾക്ക് പിന്നെ ഇതേ വർത്താനം പറഞ്ഞപ്പോൾ ഇയാൾക്കൊരു ദേഷ്യം വന്നു. ഇയാൾ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞു, ഹാദാ മജ്നൂൻ, ഇയാൾക്ക് ഭ്രാന്തെടുക്കോ എന്നും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി. ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി തങ്ങളുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, മഹാനവറുകളെ, ഞാൻ വളരെ പ്രയാസപ്പെട്ട നാട്ടിലെത്തി, അന്വേഷിച്ചു, ആളുകൾ പറഞ്ഞ പ്രകാരം കണ്ടെത്തി. പക്ഷെ അവിടെ ചെന്നപ്പോ ഒരു വർത്താനം പറയാൻ സമ്മതിക്കണ്ടേ? ഞാൻ ചോദിച്ചപ്പോൾ മൂപ്പർ ഇതാ പറഞ്ഞത്, മൂപ്പരും അബൂ യസീദുൽ ബിസ്താമിനെ അന്വേഷിച്ച് നടക്കാണ്. മഹാനായ ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ ഫബക്കാ, മഹാനവറുകൾ കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അഖീ അബൂ യസീദ് ദഹബ മഅൽ ദാഹിബീന ഇലല്ലാഹ്, മഹാനവറുകൾ ദാഹിബീങ്ങൾ അല്ലാഹുവിലേക്ക് പോയവരുടെ കൂടെ പോയി കഴിഞ്ഞു. അല്ലേ? പോകേണ്ടവരുടെ കൂടെ പോയി കഴിഞ്ഞു. ഒരു ഫനാഇന്റെ അവസ്ഥയിലേക്ക്, അള്ളാഹുവിൽ മുഴുകിയ പടച്ച റബ്ബിൽ ലയിച്ചു ചേർന്ന ഒരു അവസ്ഥയിലേക്ക് മൂപ്പര് എത്തിക്കഴിഞ്ഞു. എനിക്ക് ആരാണ് അബൂ യസീദ് എന്ന് ബോധ്യപ്പെട്ടു എന്ന് ബഹുമാനപ്പെട്ട ദുന്നൂനുൽ മിസ്രി റളിയല്ലാഹു അൻഹു.
ആളുകൾ ഭ്രാന്തന്മാര് എന്ന് പറയും. ആളുകൾ അങ്ങനെയുള്ള മഹാന്മാരെക്കുറിച്ച് ഭ്രാന്ത് ബാധിച്ചവർ എന്ന് പറയും. പക്ഷെ മനസ്സിലാക്കേണ്ട ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹത്തുക്കൾക്കൊപ്പം നിൽക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസമുള്ള നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം അതാണ്. ചില ആളുകളുടെ ഏറ്റവും വലിയ പരാജയവും അതാണ്. നമ്മുടെ ബുദ്ധി, നമ്മുടെ യുക്തി അതിൽ ഉൾക്കൊള്ളാതെ വരുമ്പോ ഔലിയാക്കളെയും അവരുടെ കറാമത്തുകളെയും ഒക്കെ തള്ളിപ്പറയുന്ന അവസ്ഥ. കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ കൈവീരൽ ചൂട്ടാക്കി കാട്ടി നടന്നോവർ. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഖുത്ബീങ്ങളുടെ ഖുത്ബായ ഖുത്ബുൽ അഖ്താബായ നിരവധി വലിയ മഹാന്മാരായ ഔലിയാക്കളുടെ നായകൻ മുഹിയുദ്ദീൻ ശൈഖ് തങ്ങൾ അവരെക്കുറിച്ചാണ് പറയുന്നത്. കശമേറും രാവിൽ നടന്നങ്ങ് പോകുമ്പോൾ, കൂരാക്കൂരിട്ടുള്ള രാത്രിയിൽ നടന്നു പോകുമ്പോ കൈവീരൽ ചൂട്ടാക്കി കാട്ടേ നടന്നോവർ. കൈവിരല് പ്രകാശിച്ചു. വെളിച്ചല്ല, ടോർച്ചല്ല, ലൈറ്റല്ല, പന്തല്ല, ഒന്നുമില്ല. കൂരാക്കൂട്ട രാത്രിയിൽ ഇങ്ങനെ പോകുമ്പോ ബഹുമാനപ്പെട്ടവർക്കും ശിഷ്യന്മാർക്കൊക്കെ വിരലിങ്ങനെ ചൂട്ടാക്കി, വിരലിങ്ങനെ ടോർച്ചാക്കി കത്തിച്ചു. നല്ല വെളിച്ചം അങ്ങനെ പോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കറാമത്ത് കൊണ്ട്, മോചിത്ത് കൊണ്ട് ശരീരം പ്രകാശിപ്പിച്ചാൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അന്ന പറഞ്ഞില്ലേ, ആയിഷ ബീവി റളിയല്ലാഹു തആല അന്ന പറയാണ്, ഞാനൊരു ദിവസം രാത്രിയാണ്, ഞാന് രാത്രി എന്റെ റൂമിലിരുന്നു കൊണ്ട്, എന്റെ വീട്ടിലിരുന്നു കൊണ്ട് ഞാനിങ്ങനെ നെയ്യാണ്. ആ സമയത്ത് സൂചിയിൽ സൂചിയുടെ ഓട്ടയിലേക്ക് സൂചിയുടെ ഓട്ടയിൽ നിന്ന് നൂല് ഇങ്ങോട്ട് ഊർന്നു പോന്നു. പിന്നെ വിളക്കം കണ്ട് അണയും ചെയ്തു. തുഫി അസ്സറാജ, വിളക്ക് കെട്ടു. പിന്നെ ഇനി ഇത് ഈ സൂചിയിലേക്ക് നൂല് കോർക്കാൻ പിന്നെ വെളിച്ചല്ല. ഞാനെങ്ങനെ അടങ്ങറായിരിക്കുന്ന സമയത്താണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഖല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലയ്യ, മുത്തുനബി എന്റെ റൂമിലേക്ക് കടന്നു വന്നു. എന്റെ റൂമിൽ പ്രകാശം പരന്നു. പ്രകാശം പരന്നപ്പോൾ പിന്നെ വിളക്കൊന്നും ആവശ്യം വന്നില്ല. ഞാന് ആ സൂചിയുടെ ഓട്ടയിലേക്ക് നൂല് കോർത്തു എന്ന് മഹതിയായ സീറത്തുന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരം പ്രകാശിക്കുമായിരുന്നു. പടച്ച റബ്ബ് നമ്മൾ കാണുന്ന പ്രകാശവുമുണ്ട്, കാണാത്ത പ്രകാശവുമുണ്ട്. ചിലപ്പോൾ ആ പ്രകാശം അത് നമുക്ക് കാണിച്ചു തരും. അങ്ങനെ മറ്റുള്ളവർ കണ്ട പ്രകാശമാണ് മുത്തുനബിയുടെ പ്രകാശം. ആയിഷ ബീവി ശരീരം പ്രകാശിക്കുന്നത് കണ്ടു. ആ പ്രകാശത്തിൽ ഇരുട്ടുപോയി. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ മനസ്സിലാവൂലേ, സൂചിക്ക് നൂല് കോർക്കാൻ മുത്തുനബിയുടെ ശരീരത്തിന്റെ വെളിച്ചം മതിയായി, വിളക്കിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന്. ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം തങ്ങളുടെ ശിഷ്യന്മാരും കൂടെ പോകുന്ന സമയത്ത് കൂരാക്കോരിട്ടുള്ള വഴിയിൽ വെളിച്ചമില്ല. മഹാനോടെ വിരലിങ്ങനെ ചൂണ്ടിക്കാണിച്ചു, നല്ല വെളിച്ചം, ഞങ്ങൾ അങ്ങനെ പോയി. അങ്ങനെയൊക്കെ ഉണ്ടാവോ? പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബി അലൈഹി സ്വലാമിനോട് പറഞ്ഞില്ലേ, വാദ്ഖിൽ യദക ഫീ ജൈബിക് തഖ്റുജു ബൈദാ. കുപ്പായത്തിന്റെ ആ സൈഡിൽ പോക്കറ്റ് ഉണ്ടായിരുന്നു, അതിന്റെ ഉള്ളിലേക്ക് അങ്ങനെ കൈയൊന്ന് പ്രവേശിപ്പിക്കണം മൂസാ നബിയെ, എന്നിട്ട് പുറത്തെടുത്താൽ കൈ പ്രകാശിക്കും എന്ന് ഖുർആൻ. ഖുർആനിൽ വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ അത് പറയണ്ടേ, വിശ്വസിക്കണ്ടേ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നബിമാർക്ക്, മുത്തുനബിക്ക് മാത്രമല്ല, മുത്തുനബിയുടെ ശരീരം പ്രകാശിക്കാൻ മാത്രമല്ല, അതേപോലെ നബിമാർക്ക് മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യ് അത് ഉള്ളിലേക്കൊന്നുണ്ട് കയറ്റ, എന്നിട്ട് പുറത്തെടുക്കുക, അപ്പൊ പ്രകാശിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പ്രകാശിപ്പിച്ചു. സൂറത്തുൻ നംലിലെ 12-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു കൽപ്പന. സൂറത്ത് ആറാഫിലെ 108-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു വനസായദൗ. അങ്ങനെ ഉള്ളില് ഇട്ടിട്ട് കൈകൊണ്ട് പുറത്തെടുത്തപ്പോ ഫൈദാ ഹിയ ബൈദാ, അതാ പ്രകാശിക്കുന്നു. അത് പ്രകാശിക്കുന്നു. എങ്ങനെ? ഫൈദാ ഹിയ ബൈദാ, അത് ആ പ്രകാശം മറ്റുള്ള ആളുകൾ കാണുന്നു. ലിന്നാദിരീൻ, അവരെ നോക്കുന്ന ആളുകൾക്ക് അത് കൈ ഇങ്ങനെ പ്രകാശിച്ച് കാണുന്നുണ്ട്. ഇത് ഖുർആനാണ്.
മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൈ പ്രകാശിച്ചു എന്ന് പറയുന്നത് ഖുർആനാണ്. അപ്പൊ വിശ്വസിക്കണ്ടേ? ഖുർആൻ പറഞ്ഞാൽ വിശ്വസിക്കണ്ട, അല്ലെങ്കിൽ മുഅ്മിനാവില്ലല്ലോ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അനസ് റളിയല്ലാഹു അൻഹു ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അന്ന ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു വഅബ്ബാദ് ഇബ്നു ബിശ്ർ റളിയല്ലാഹു അൻഹു രണ്ട് സഹാബിമാര് എന്തോ ഒരു കാര്യമായ ചർച്ചയ്ക്ക് വേണ്ടി വന്ന മുത്തനബിയുടെ അടുത്തേക്ക് തഹദ്ദസ ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാജത്തിൽ ലഹുമാ, അവരുടെ ഒരു കാര്യം ഇങ്ങനെ സംസാരിച്ചു. എന്തോ ഒരു കാര്യമായ വിഷയം സംസാരിക്കാൻ രണ്ടുപേരും കൂടെ വന്നതാ. ഇലാ ഹദറത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബിയോട് അങ്ങനെ സംസാരിച്ചു. ശ്രദ്ധിക്കണേ. സംസാരിച്ച് അങ്ങനെ ഒരുപാട് സമയം വൈകിപ്പോയി. ഹത്താ ദഹബ മിനൽ ലൈലി സാഅ, രാത്രി അങ്ങനെ ഒരുപാട് വൈകിപ്പോയി. പിന്നെ അന്നാണെങ്കിലോ ഫീ ലൈലത്തിൻ ശദീദത്തിൽ ദുൽമ, നല്ല ഇരുട്ടുള്ള ദിവസമാണ്, നല്ല ഇരുട്ടുള്ള രാത്രിയാണ്, നിലാവൊന്നുമില്ല, നല്ല ഇരുട്ടുള്ള രാത്രിയാണ്. അവിടെ വരാൻ നോക്കുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തനബിയുടെ അടുത്തുനിന്ന് അവര് പിന്നെ പോകാണ്. എങ്കലിബാനി അവരിങ്ങനെ ഇറങ്ങിപ്പോകാണ്. വെളിച്ചമില്ല, ടോർച്ചല്ല, തീയല്ല, വെളിച്ചം ഒന്നുമില്ല. പിന്നുള്ളത് രണ്ടാളെ കയ്യിലും രണ്ടാളെ കയ്യിൽ ഓരോ വടിയുണ്ട്. ഒരു വടി, ഓരോ വടിയുണ്ട്. രാത്രി ഇങ്ങനെ നടക്കാൻ ഓരോ വടിയുണ്ട് എന്നല്ലാതെ വെളിച്ചത്തിന് യാതൊരു സംവിധാനവും ഇല്ല. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ അടുത്തുനിന്ന് അവരങ്ങോട്ട് ഇറങ്ങി ഇരുട്ടുള്ള ഭാഗത്തേക്ക് എത്തിയപ്പോഴേക്ക് ആ കൂട്ടത്തിൽ ഒരാളുടെ വടിയാണ് പ്രകാശിക്കാൻ തുടങ്ങി. വടിയാണ് പ്രകാശിക്കുന്നത്. നല്ല ടോർച്ച് മിന്നി കത്തുന്നത് പോലെ വടി അങ്ങോട്ട് പ്രകാശിച്ച് കത്താണ്. സുബ്ഹാനല്ലാഹ്, ഹത്താ മശയാ ഫീ ലൗഇഹാ, ആ വടിയുടെ വെളിച്ചത്തിൽ അവർ രണ്ടാളും അങ്ങനെ നടന്നു. അങ്ങനെ രണ്ടാളും ഇങ്ങനെ ഒരു വഴിക്ക് തന്നെ പോണത്. പിന്നെ ആ വഴി ഒരു ഭാഗത്തൊരു ജംഗ്ഷനിലെത്തിയാൽ പിന്നെ ഒരാൾക്ക് പോകേണ്ടത് ഈ വഴിക്കുമാണ്, മറ്റേയാൾക്ക് പോകേണ്ടത് മറ്റേ വഴിക്കുമാണ്. സയ്യിദ് ഇബ്നു ഹുദൈർ തങ്ങൾക്ക് പോകേണ്ടത് ഈ വഴിക്കാണ്, അബ്ബാദ് ഇബ്നു ബിശ്റിന് പോകേണ്ടത് മറ്റേ വഴിക്കാണ് റളിയല്ലാഹു അൻഹുമാ. അപ്പൊ ഒരാളുടെ വടിയല്ലേ പ്രകാശിക്കണുള്ളൂ, അല്ലേ? അതുവരെ എത്തി. ഇനിയിപ്പോ എന്താ കാട്ടാ? ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഏതായാലും എന്റെ വഴിക്കും പോയിക്കും, ഞാൻ എന്റെ വഴിക്കും എന്ന് പറഞ്ഞ രണ്ടാളെ വഴിക്കൊണ്ട് ഇറങ്ങിയതോടുകൂടെ രണ്ടാളുടെ വടിയും പ്രകാശിക്കാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്, ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്, ഹത്താ ഇദഫ്തറഖത് ബിഹിമ ത്വരീഖു, രണ്ടാളും രണ്ട് വഴിക്കൊണ്ട് പോയപ്പോൾ അല്ലാഹുൽ ആഖിരി അസാഹു, മറ്റേ ആളുടെ വടിയും പ്രകാശിക്കാൻ തുടങ്ങി. അങ്ങനെ വളരെ സന്തോഷത്തോടുകൂടെ രണ്ടാളും അവരുടെ വീട്ടിലെത്തി. ഹത്താ ബലഗ അഹ്ല, രണ്ടുപേരും സുരക്ഷിതരായി അവരുടെ വീട്ടിലെത്തി എന്ന് ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു തആല അൻഹു തൊട്ട് ഇമാം ബുഖാരി തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസാണ്. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കറാമത്ത് മുഅ്ജിസത്തുകളിലൂടെ ശരീരങ്ങളെ പ്രകാശിപ്പിക്കും, വസ്തുക്കളെ പ്രകാശിപ്പിക്കും. അത്ഭുതങ്ങൾ സാധാരണ പദവിയിൽ നിന്ന് വിപരീതമായി പലതും കാണാനും കഴിയും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമ്പിയാക്കൾക്ക് പഠിപ്പിച്ച ഇത്തരത്തിലുള്ള ഏറ്റവും അത്ഭുതകരമായ, ഏറ്റവും വലിയ, സാധാരണ പതിവിന് വിരുദ്ധമായി പഠിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഔലിയാക്കൾക്ക് പഠിപ്പിക്കുന്ന കറാമത്തുകൾ, അല്ലേ? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് മുഅ്ജിസത്ത് കൊടുത്തത്, ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുത്തത്? പടച്ച റബ്ബ് അവന്റെ പ്രത്യേകമായ നൂറ് അവരിലൊക്കെ ഇട്ടുകൊടുത്തതുകൊണ്ട്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ഇബ്ബാൻ ഇബ്നു അബീ അയ്യാശ് റളിയല്ലാഹു തആല എന്ന് പറയുന്നു, മഹാനായ ഇമാം മൗരിഖുൽ അജലി റഹിമഹുല്ലാഹ്, ബഹുമാനപ്പെട്ടവര് തീരെ സുഖമില്ലാതെ കിടക്കാണ് എന്ന വിവരം കേട്ടു. കാണാൻ പോയി. തീരെ സുഖമില്ലാതെ അത്യാസന്ന നിലയിലാണ് എന്ന് കേട്ടു.
ഞങ്ങൾ കാണാൻ പോയി. ആര് പറയാണ്? ബഹുമാനപ്പെട്ട ഇബ്ബാൻ ഇബ്നു അബി അയ്യാശ് റഹിമഹുല്ലാഹ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ബഹുമാനപ്പെട്ട ഒരു ശരീരം ആസകലം മൂടിക്കിടക്കാണ്. ഒരനക്കമല്ല, ആകെ മൂടി ഇങ്ങനെ കിടക്കാണ്. അപ്പൊ ഞങ്ങളും ഇങ്ങനെ ആകെ ആശങ്കപ്പെട്ടു, എന്താണ് കുറച്ചവൻ എന്തെങ്കിലും സംഭവിച്ചോ, അത്യാസന്ന നിലയിലാണ് എന്നാണ് ആളുകളൊക്കെ പറയുന്നത് കേട്ടത്. മുഖമൊക്കെ മറിച്ച് മൂടി അങ്ങനെ ഒരനക്കമല്ല, അങ്ങനെ കിടക്കുക. അപ്പൊ ഞങ്ങളും പ്രയാസപ്പെടുത്തണ്ട എന്ന് മനസ്സിലാക്കി ഞങ്ങളും ഉണ്ടാതെ അവിടെ അങ്ങനെ നിന്നു. അങ്ങനെ നിന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, ഞങ്ങളങ്ങനെ അദ്ദേഹത്തിന്റെ ആ പതപ്പിച്ച് കിടക്കുന്ന ആ ശരീരത്തിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തലയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രകാശം, ഒരു മനോഹരമായ ഒരു പ്രകാശം അങ്ങോട്ട് ഉയർന്നുപോയി. ഒരു വെളിച്ചം തലയുടെ ഭാഗത്ത് ഉയർന്നു പോണ കണ്ടു. ഞങ്ങളാകെ എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കി, ഇതെന്താ അത്ഭുതം. ഒരല്പസമയം കഴിഞ്ഞപ്പോൾ കാൽപാദത്തിൽ നിന്ന് കാലിന്റെ ഭാഗത്ത് നിന്നും അതേപോലെ ഒരു പ്രകാശം അങ്ങോട്ട് ഉയർന്നുപോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ മധ്യഭാഗത്ത് അദ്ദേഹത്തിന്റെ നടുഭാഗത്ത് നിന്ന് അവിടുന്ന് ഒരു പ്രകാശം കൊണ്ട് ഉയർന്നു. അങ്ങനെ ഒരല്പനേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ മുഖം ആ പുതപ്പ് നീക്കി മുഖം തുറന്നു, കണ്ണു തുറന്നു, ഞങ്ങളെ കണ്ടു. ഞങ്ങളെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മൗരിഖുൽ അജലി റഹിമഹുല്ലാഹ് മഹാനവറുകൾ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. എന്തെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, കണ്ടു മഹാനവറുകളെ, നിങ്ങളുടെ തലയുടെ ഭാഗത്ത് നിന്ന്, കാലിന്റെ ഭാഗത്ത് നിന്ന്, നടുഭാഗത്ത് നിന്ന് 3 പ്രകാശങ്ങൾ ഉയർന്നു പോകുന്നത് ഞങ്ങൾ കണ്ടു. അപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ആ പോയത് എന്താണെന്നറിയോ? അത് ഞാൻ എല്ലാ ദിവസവും രാത്രി പതിവാക്കാറുള്ള സൂറത്ത് സജദയാണത്. സജദ സൂറത്താണത് ഉയർന്നു പോയത്. ഞാൻ 2 സൂറത്ത് എല്ലാ ദിവസവും രാത്രി പതിവാക്കാറുണ്ട്, മഹാനവറുകൾ പറഞ്ഞു. കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ രാത്രിയിലും പതിവാക്കാറുണ്ട്. റസൂലുള്ളാഹി ആ 2 സൂറത്ത് ഓതാതെ ഉറങ്ങാറില്ല എന്ന ഒരു ഹദീസ് ഇമാം നസായി തങ്ങൾ പറഞ്ഞതും ഇമാം ഹാക്കി തങ്ങൾ പറഞ്ഞൊക്കെ ആയ ഹദീസാണ്, സ്വഹീഹായ ഹദീസാണ്. മഹാനവറുകൾ പറഞ്ഞു, ഞാനൊരു ഹദീസ് പഠിച്ചിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ 2 സൂറത്തുകൾ ഉറങ്ങാതെ ഓതാതെ ഒറ്റ രാത്രിയും ഉറങ്ങിയിരുന്നില്ല. എല്ലാ രാത്രിയും 2 സൂറത്ത് ഓതും. ഒന്ന് സജദ, മറ്റൊന്ന് തബാറക. അലിഫ് ലാം മീം സജദയും തബാറക്കയും ഓതാതെ, തബാറക സൂറത്തുൽ മുൽക്ക് 2 സൂറത്തും ഓതാതെ റസൂലുള്ളാഹി ഉറങ്ങിയിരുന്നില്ല എന്ന ഹദീസ് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ രാത്രി ഈ 2 സൂറത്ത് ഓതിയിട്ടേ ഞാൻ ഉറങ്ങാറുള്ളൂ. 30 വീതം ആയത്തുള്ള സൂറത്താ രണ്ടും. സൂറത്തുൽ മുൽക്ക് എത്ര ആയത്താ? 30 ആയത്ത്. സജദയും 30 ആയത്ത്. ഈ 2 സൂറത്തുകൾ 30, 60 ആയത്ത് ഓതാൻ എന്താ പണി അല്ലേ? അത് ഓതാൻ എന്താ പണി, എന്താ പാട്? എല്ലാ ദിവസവും രാത്രി അത് ഓതാറുണ്ട്. ഞാനും അത് പതിവാക്കി. ഇപ്പോൾ നിങ്ങൾ എന്നിൽ നിന്ന് 3 പ്രകാശം ഉയർന്നു പോകുന്നത് കണ്ടില്ലേ? അതെ, കണ്ടു മഹാനവറുകളെ. എന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു പോയ പ്രകാശം സജദ സൂറത്തിലെ ആദ്യത്തെ 14 ആയത്തുകളാണ്. 30 ആയത്തില് ആദ്യത്തെ 14 ആയത്തുകളാണ്. എന്റെ തലയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു പോയ ആ നൂറ്, അത് ഖുർആനിന്റെ നൂറാണ്. ഖുർആൻ നൂറാണ്. ഖുർആൻ നൂറാണ്. ആ നൂറ് എന്നിലുണ്ടായിരുന്നു. സജദ ഞാൻ അങ്ങനെ ഓതിയിട്ട് ആ നൂറ് അത് എന്നിലുണ്ടായിരുന്നു. ഖുർആനിന്റെ നൂറ്. ആ 14 ആയത്തുകളുടെ നൂറാണ്, പ്രകാശമാണ് നിങ്ങൾ തലയുടെ ഭാഗത്ത് ഉയർന്നു പോകുന്നത് കണ്ടത്. പിന്നെ എന്റെ മധ്യഭാഗത്ത് നടുഭാഗത്ത് നിന്ന് ഉയർന്നു പോകുന്നത് കണ്ടത് അത് സജദയുടെ ആയത്താണ്. 15-ാമത്തെ ആയത്ത്, സജദ സൂറത്തിലെ 15-ാമത്തെ ആയത്താണ്. ഇത് സുജൂദ് ചെയ്യേണ്ട ആ പിന്നെ ആയത്ത്, തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ആയത്ത് അല്ലേ? അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതൊക്കെ നമ്മൾ പതിവാക്കണം, അതൊക്കെ നമുക്ക് ശീലമുണ്ടാവണം. സുജൂദ് ചെയ്യുന്ന ആയത്ത് ഖുർആനിൽ ആകെ 14 ആയത്തുകളുണ്ട്, 14 സ്ഥലങ്ങളുണ്ട്.
തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എത്രയുണ്ട് അത് നമ്മൾ പഠിക്കണ്ടേ, മനസ്സിലാക്കണ്ടേ. ഖുർആൻ ഓതുമ്പോ ആ ആയത്തൊക്കെ എത്തുന്ന സമയത്ത് അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ചില ആളുകളൊക്കെ ഇങ്ങനെ ഒരാള് ഒരു സംശയം ചോദിച്ചു, പിന്നെ തിലാവത്തിന്റെ സുജൂദിന്റെ ഇടയിൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചു. എന്താ ചെല്ലാണ്ട്? തിലാവത്തിന്റെ സുജൂദിന്റെ ഇടയിൽ എന്താണ് ചൊല്ലേണ്ടത് എന്ന് ചോദിച്ചു ഒരാള്. എന്താ ചൊല്ലണ്ട്? നിങ്ങൾ പറയ്. തിലാവത്തിന്റെ സുജൂദിന്റെ ഇടയിൽ എന്തെങ്കിലും ചെല്ലുണ്ടോ? ഉണ്ടോ? എന്താണൊരു സംശയം? ഞാൻ പറഞ്ഞു കുടുങ്ങിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ടാ അല്ലേ? തിലാവത്തിൽ ഓത്തിന്റെ സുജൂദ് എത്രണ്ണ? ഒന്നല്ലേ ഉള്ളൂ. പിന്നെ അതിന്റെ ഇടയിൽ ഒരു ഇരിക്കണ്ടോ അല്ലെ? അതില് നമ്മൾ എന്ത് ചൊല്ലാന്താ? സജദ വജ്ഹിയ ലില്ലദീ ഖലഖഹു. പിന്നെ അല്ലേ? അത് പഠിക്കണ്ടേ? നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചു, അന്ന് പരീക്ഷയ്ക്ക് എഴുതി പാസ്സായി എന്നല്ലാതെ പിന്നെന്തായി? മറന്നുപോയി. ഇനി അഥവാ അറിയാത്തവരുണ്ടെങ്കിൽ സുബ്ഹാന റബ്ബിയൽ അഅല ഉപയോഗിച്ച് ചെല്ലാനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് പഠിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു സുജൂദാണ്, അതിന്റെ ഇടയിൽ വേറെ ഒന്ന് ഇരുന്ന് രണ്ടാമത് സുജൂദ് ചെയ്യാനൊന്നുമില്ല. ഉണ്ടോ? എന്ത് സംശയം ഉണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ബഹുമാനപ്പെട്ട ഇമാം മൗരിഖുൽ അജലി മഹാനവറുകൾ പറഞ്ഞു സജദയുടെ ആയത്താണ് എന്റെ നടുഭാഗത്ത് നിന്ന് ഉയർന്നു പോയത്. സജദയുടെ ആയത്താണ് എന്റെ നടുഭാഗത്ത് നിന്ന് ഉയർന്നു പോയത്. അൽഹംദുലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണം, മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പിന്നെ മഹാനവറുകൾ പറഞ്ഞു, എന്റെ കാൽപാദം, എന്റെ കാലിന്റെ കാൽപാദത്തിന്റെ ഭാഗത്തു നിന്ന് ഉയർന്നു പോയത് അത് ബാക്കിയുള്ള ആയത്തുകളുടെ പ്രകാശമാണ്, ബാക്കിയുള്ള ആയത്തുകളുടെ നൂറാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കിയിരുന്ന ഈ സൂറത്ത് സജദ ഞാൻ പതിവാക്കിയിരുന്നു. ആ സജദ സൂറത്തിന്റെ പ്രകാശമാണ് എന്നിൽ നിന്ന് ഞാൻ ഇവിടുന്ന് പോകുന്നതിനു മുമ്പ്, എന്റെ റൂഹ് പിരിയുന്നതിനു മുമ്പ്, ഞാൻ മരിക്കുന്നതിനു മുമ്പ് അള്ളാഹുവിന്റെ അടുത്തേക്ക് എനിക്ക് ശഫാഅത്തിന് വേണ്ടി പോയതാണ് ആ സൂറത്ത്. ഇപ്പൊ പോയത് കണ്ടില്ലേ? പ്രകാശം. ആ പ്രകാശം ഞാൻ പതിവാക്കുന്ന പരിശുദ്ധമായ സൂറത്ത് സജദയാണ്. ആ പ്രകാശം എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി നേരത്തെ പോയതാണ്. നേരത്തെ പോയി. പിന്നെയോ സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറഞ്ഞു, തബാറക്ക, എനിക്ക് കാവല എന്റെ കൂടെണ്ട്. തബാറക്ക എന്റെ കൂടെണ്ട്, തബാറക്ക എന്റെ കൂടെ പോരുള്ളൂ. എനിക്ക് കാവലായി സൂറത്തുൽ മുൽക്ക് തബാറക്ക എന്റെ കൂടെയുണ്ട്. സജദ സൂറത്ത് എനിക്ക് ശഫാഅത്ത് ചെയ്യാൻ വേണ്ടി നേരത്തെ പോയി. മുൽക്ക് പോയിട്ടില്ല, സൂറത്തുൽ മുൽക്ക് എന്റെ കൂടെണ്ട്, എന്റെ കൂടെ പോവുള്ളൂ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ടവർ, ഏതാനും സമയമേ കഴിഞ്ഞുള്ളൂ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ കലിമ ഉച്ചരിച്ചുകൊണ്ട് മഹാനവറുകൾ പുഞ്ചിരിയോടുകൂടെ ഈ ലോകത്തോട് യാത്ര പറയുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബി അയ്യാശ് റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖുർആനിന്റെ നൂറ് കൊണ്ട് നമ്മുടെ ഖൽബുകളെ പ്രകാശിപ്പിക്കട്ടെ. ആ ഖുർആൻ ഏറ്റവും വലിയ നൂറായ ഖുർആൻ, ആ ഖുർആൻ നാളെ പരലോകത്ത് ശഫാഅത്ത് ചെയ്യാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പോ എന്താണ് നമ്മുടെ ആത്മീയമായ ലോകം? എന്താണ് നമ്മുടെ ആത്മീയമായ ജീവിതം? നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവ്,
അത് അള്ളാഹുവിൽ നിന്ന് ഇനി അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങണം. അത് മടങ്ങുന്ന സമയത്ത് നല്ല വെളിച്ചത്തോടെ, നല്ല തെളിച്ചത്തോടുകൂടെ ആ റൂഹിനെ, ആത്മാവിനെ നമുക്ക് മടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. പടച്ച റബ്ബിന്റെ നൂറാനിയത്ത് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ നൂറാനിയത്ത് കിട്ടാനുള്ള വഴികളാണ് ഇങ്ങനെയുള്ള ദിക്റിന്റെയും ഖുർആനിന്റെയും ആത്മീയതയുടെയും മഹാന്മാരുടെയും ഏറ്റവും വിശുദ്ധമായ മാർഗങ്ങൾ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മഹത്തുക്കളെയൊക്കെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാന്മാരായ ആളുകളെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള ഒരു വഴി ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇതൊന്നും അംഗീകരിക്കാതെ ഔലിയാക്കളുമില്ല, കറാമത്തുമില്ല, മുഅ്ജിസത്തുമില്ല. ചില അത്ഭുതങ്ങളൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തുരക്ഷിക്കട്ടെ. അല്ലെ, പരിശുദ്ധമായ ദീനിനെ തകർത്തത് അത്തരത്തിലുള്ള ചിന്താഗതിക്കാരാണ്. പ്പോൾ ഇങ്ങനെ എല്ലാവർക്കും രസം തോന്നും. അല്ലേ, ഖുർആനും സുന്നത്തിലും, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. ഖുർആനിലുണ്ടോ, ബുഖാരിയിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കണം. അതാണ് ദീൻ. ബാക്കി ഒന്നും ദീനല്ല. അല്ലെ, അവരാരെങ്കിലും ഇങ്ങനെ ഔലിയാക്കളുടെ ചരിത്രം പറയാറുണ്ടോ? മഹാന്മാരെ കുറിച്ച് പറയാറുണ്ടോ? അവരുടെ കറാമത്ത് പറയാറുണ്ടോ? മഹാന്മാരും അവരുടെ ചരിത്രവും അവരുടെ കറാമത്തുകളും ഒന്നുമില്ലാതെ പിന്നെ എന്താണ് ദീൻ? അള്ളാഹു അവന്റെ ഏറ്റവും വലിയ അത്ഭുതകരമായ കഴിവ്, പടച്ച റബ്ബിന്റെ ഖുദ്റത്ത്. എന്തിനാണ് പടച്ച റബ്ബ് ഈ സൃഷ്ടികളൊക്കെ പടച്ചത്? എന്തിനാണ്? അതാദ്യം മനസ്സിലാക്കേണ്ടത്. എന്തിനാ നമ്മൾ അള്ളാഹ് പടച്ചു വിട്ടത്? അള്ളാഹു പടച്ച റബ്ബിന്റെ അപാരമായ ഖുദ്റത്ത് അത് അറിയിക്കാനാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് സൃഷ്ടികളൊക്കെ പടച്ചത്. നമ്മൾ തന്നെ വലിയ മഹാത്ഭുതമാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും വലിയ മഹാത്ഭുതമാണ്. ഈ മനുഷ്യരായ ആളുകൾക്ക് മഹാത്ഭുതങ്ങൾ മനസ്സിലാക്കാതെ പിന്നെ എങ്ങനെ അള്ളാൻ അറിയാം? ഒക്കെ സാധാരണമാണ്. എന്നാൽ പിന്നെ അവിടെ ഒരു അത്ഭുതം ഉണ്ടല്ലോ. അത്ഭുതങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വൈഭവത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാം. എനിക്കിപ്പോ ഇതിപ്പോ എന്താ ഒരു സാധാരണ നടക്കുന്ന ഒരു കാര്യം? അതിലെന്തോ ഒരു കാര്യമില്ല. പടച്ചോൻ ആരാണ് എന്ന അള്ളാന്റെ ഖുദ്റത്ത് മനസ്സിലാക്കണമെങ്കിൽ അത്ഭുതങ്ങൾ ഉണ്ടാവണം. അതിനുവേണ്ടി തന്നെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്ജിസാത്ത്, കറാമാത്തുകൾ ഈ ലോകത്ത് നിലനിർത്തിയത്, ഇപ്പോഴും നിലനിർത്തിയത്. അല്ലേ? അപ്പൊ അതിനൊക്കെ വിട്ട് തികഞ്ഞ ബുദ്ധി അല്ലെങ്കിൽ തികഞ്ഞ യുക്തി, തികഞ്ഞ ഭൗതികമായ ഒരു വാദത്തിലേക്ക് ദീനുൽ ഇസ്ലാമിനെ കൊണ്ടുപോയി വലിച്ചഴച്ചതാണ് ഏറ്റവും വലിയ അപകടത്തിന് കാരണം. അവിടെ ഈമാനിന്റെ മധുരമില്ല, അവിടെ ആത്മീയതയില്ല, അവിടെ പരലോക ചിന്തയില്ല, അവിടെ കണ്ണീരില്ല, അവിടെ കൽബിലേക്ക് ഇറങ്ങിയ ഈമാനിന്റെ അനുഭവങ്ങളും മധുരങ്ങളുമില്ല. പടച്ച റബ്ബ് കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ഒരു വരായ ഒരാൾ കടന്നു വന്നു. അല്ല, ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യന്മാരാരും അങ്ങനെ ഒരാളെ എന്നെ വരെ കണ്ടിട്ടില്ല. നല്ല മുഖത്ത് നല്ല ഐശ്വര്യം, നല്ല റാഹത്ത്, നല്ല പ്രകാശം പൊരിക്കുന്ന മുഖത്തോടെ ഒരു വയസ്സനായ ഒരാൾ. കണ്ടാൽ ഒരു സൂഫിയാണ് എന്ന് തോന്നുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കമീസും കുപ്പായവും തലേക്കെട്ടുമൊക്കെ കണ്ടപ്പോൾ ഒരു സൂഫി, മുഖത്ത് നല്ല ഐശ്വര്യമുള്ള ഒരാൾ, വയസ്സനാണ്. വന്നുകൊണ്ട് ഇമാം ഷാഫി തങ്ങളോട് ചോദിച്ചു, മൽ ഹുജ്ജത്തു ഫീ ദീനില്ലാഹ്, ദീനിന്റെ തെളിവെന്താണ്, ദീനിന്റെ ഹുജ്ജത്ത് എന്താണ് എന്ന് ചോദിച്ചു. തെളിവെന്താണെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. ദീനിന്റെ തെളിവ്, ദീനി കാര്യങ്ങൾക്കുള്ള തെളിവ്, അടിത്തറ എന്താണെന്ന് ചോദിച്ചു ഈ വയസ്സൻ. അപ്പൊ പറഞ്ഞു, എന്ത് പറഞ്ഞു? ഖുർആനാണ് എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തെ തെളിവ് എന്താന്ന് ചോദിച്ചു. സുന്നത്തു റസൂലില്ലാഹ്, മുത്തുനബിയുടെ സുന്നത്താണ്. പിന്നെ ഏതാണ്? ഇത്തിഫാഖുൽ ഉമ്മ, ഉമ്മത്തിന്റെ ഏകോപിച്ച അഭിപ്രായമാണ് എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ചോദിച്ചു, അതെവിടെ? ഇത്തിഫാഖുൽ ഉമ്മ, ദീനിൽ തെളിവാക്കണം എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അല്ലേ, നമ്മൾ പറയാം, നമ്മുടെ വിശ്വാസം, ഈ നമ്മുടെ അടിത്തറ, നമ്മൾ പറയാം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅ എന്ന് പറയാറുണ്ടല്ലോ. സുന്നത്ത് ജമാഅത്തിന്റെ വഴി, സുന്നത്ത് ജമാഅത്തിന്റെ വഴി എന്ന് പറയുമ്പോൾ ഏതാ സുന്നത്ത്?
നമ്മൾ സുന്നത്ത് ജമാഅത്തിന്റെ വഴി എന്ന് പറയും. ഏതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വഴി? സുന്നത്ത് എന്ന് പറഞ്ഞാൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യ. അതിൽ ഖുർആനും പെട്ടു. അത് ഖുർആൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല. ചില ആളുകൾ പറയും ഈ സുന്നികൾ സുന്നത്ത് ജമാഅത്തിന്റെ ആൾക്കാരെന്നൊക്കെ പറഞ്ഞു ഓല് സുന്നത്തും ജമാഅത്തും ഓൽക്കുള്ളൂ, ഓൽക്കെന്തില്ല ഖുർആൻ ഇല്ലാതെ നബി ഉണ്ടോ? നബി ഇല്ലാതെ ഖുർആൻ ഉണ്ടോ? ഖുർആൻ എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കാന ഖുലുഖുൽ ഖുർആൻ. മുത്തുനബിയുടെ സ്വഭാവം എന്തായിരുന്നു? ഖുർആനായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ സുന്നത്ത് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും തന്നെയാണ്. പിന്നെ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അൽ ജമാഅ അഹ്ലു സുന്നത്തി വൽ ജമാഅ. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഉമ്മത്തിന്റെ ഇത്തിഫാഖാണ് എന്ന് പറഞ്ഞാൽ സഹാബത്തിന്റെ കാലത്ത് സഹാബത്തിന്റെ ജമാഅത്ത് അല്ലേ. അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും പ്രധാനം മഹാന്മാരായ സ്വഹാബിമാര് ഏകോപിച്ച അഭിപ്രായം, അതാണ് അൽ ജമാഅത്ത്. സഹാബത്തിന്റെ സംഘം, സഹാബത്തിന്റെ കൂട്ടായ്മ അംഗീകരിച്ച അഭിപ്രായം, അത് അൽ ജമാഅത്ത് എന്നത് സഹാബത്തിന്റെ കാലത്ത് അവരുടെ അൽ ജമാഅത്താണ്. പിന്നെ അടുത്ത കാലമാകുമ്പോൾ താബിഈങ്ങളുടെ കാലത്ത് സഹാബത്തിന്റെ അൽ ജമാഅത്ത് അംഗീകരിച്ചതും താബിഈങ്ങളായ മഹാന്മാരായ പണ്ഡിതന്മാർ അവരെ ഏകോപിച്ച് അംഗീകരിച്ചതും അതും അതിൽ ഉൾപ്പെടും. അങ്ങനെ ഓരോ കാലത്തും ഇത്തിഫാഖുൽ ഉമ്മ, അതാണ് അൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. സഹാബത്തിന്റെ ജമാഅത്തിനെ അങ്ങനെ താബിഈങ്ങൾ താബിഈങ്ങൾ അങ്ങനെ പിൻപറ്റി വന്ന ആ ഒരു ഇത്തിഫാഖുൽ ഉമ്മ, അതാണ് പരിശുദ്ധമായ ദീനിന്റെ ഖുർആനും സുന്നത്തും കഴിഞ്ഞാലുള്ള അടിത്തറ എന്ന് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ഈ വയസ്സനായ ആളോട് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം ചോദിച്ചു, അതിന് ഇത്തിഫാഖുൽ ഉമ്മത്ത് അൽ ജമാഅത്ത് ദീനിന്റെ അടിത്തറയാക്കണം എന്നതിന് ഖുർആനിൽ തെളിവുണ്ടോ എന്ന് ചോദിച്ചു. ഫതദബ്ബറ ശാഫിഈ, ഇമാം ശാഫിഈ തങ്ങൾ ഇങ്ങനെ ചിന്തിച്ചു. സാഅത്തൻ, കുറച്ച് സമയം ഇങ്ങനെ ചിന്തിച്ചു. ഇമാം ശാഫിഈ തങ്ങൾ കുറച്ചേരം ഇങ്ങനെ ചിന്തിച്ചു, ആലോചിച്ചു. അങ്ങനെ ചിന്തിച്ച് മറുപടി പറയുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എന്നാ ശരി, നിങ്ങളിപ്പോ പറയണ്ട, അടങ്ങറാവണ്ട, ആലോചിച്ചിങ്ങനെ ഒറ്റ വാക്കിന് മറുപടി പറയണ്ട. അജൽതുക സലാസത അയ്യാം, 3 ദിവസം ഞാൻ അവധി തരാം, 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം, അപ്പൊ പറഞ്ഞാ മതി. 3 ദിവസങ്ങൾ കഴിഞ്ഞിട്ട് പറഞ്ഞാ മതി, 3 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം, അപ്പൊ പറഞ്ഞാ മതി. അദ്ദേഹം പോയി. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. 3 ദിവസം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞ കാര്യം ശരിയായോ, മറുപടി കിട്ടിയോ എന്ന് ചോദിച്ചു. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മറുപടി കിട്ടി. എന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ആയത്ത് വമൻ യുശാഖിഖിർ റസൂൽ മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം വസാഅത് മസീറാ. ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصره جهنم وساءت مصيرا. ليه سبحان الله വല്ലാത്തൊരു ആയത്ത്. ومن يشاقق الرسول من بعد ما تبين له الهدى, സന്മാർഗത്തിന്റെ വഴികൾ കൃത്യമായി മനസ്സിലായിട്ട് ബോധ്യപ്പെട്ടിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എതിരെ ആരെങ്കിലും നിന്നാൽ, മുത്തുനബിക്ക് എതിരായാൽ, വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത വഴിയെ ആരെങ്കിലും പിൻപറ്റുകയും ചെയ്താൽ, നുവല്ലിഹി മാ തവല്ല, അവൻ പോയ വഴിക്ക് അവനെ വിടും, വനുസ്ലിഹി ജഹന്നം, അവനെ നരകത്തിലേക്ക് എത്തിക്കും, വസാഅത് മസീറ, അവൻ പോകുന്ന നരകമെന്ന സങ്കേതം എത്ര മോശം എന്ന് പരിശുദ്ധമായ ഖുർആൻ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലേ, അങ്ങനെയുള്ള ആളുകളെ അങ്ങനെ അല്ലാഹു വിടുക. പടച്ച റബ്ബ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അങ്ങനെ പോകുന്ന ആളുകളെ ആ വഴിക്കങ്ങോട്ട് വിടും. പിന്നെ അവര് രക്ഷപ്പെട്ടു വരാൻ വലിയ പാടാ. കാരണം അല്ലാഹു പറയാൻ വലിയ മാത്രമല്ല, ഓല് പോയ വഴിക്ക് നമ്മളെ പിന്നെ ഉന്ത്യണ്ട് വിടലാണ്, പിന്നെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കൂല. അപ്പോൾ പിന്നെ അവരെ എത്തിക്കുന്നത് വനുസ്ലിഹി ജഹന്നം, ജഹന്നം എന്ന നരകത്തിലേക്കാണ്. വസാഅത്ത് മസീറ. നമ്മൾ പലപ്പോഴും ചിന്തിച്ചാൽ മനസ്സിലാവും, ബിദ്അത്തിന്റെ വഴികളിലേക്ക് പോയ ആളുകൾ പിന്നെ രക്ഷപ്പെട്ടു വരാൻ കുറച്ച് പാടാണ്.
അത് വളരെ 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 പ്രയാസകരമാണ്. മഹാന്മാര് കിതാബിൽ രേഖപ്പെടുത്തിയത് കാണാം. ബഹുമാനപ്പെട്ട മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി കാണാം, ഞാൻ എത്രയോ കള്ളുകുടിയന്മാര് നന്നായതായി കണ്ടിട്ടുണ്ട്. ആര് പറയാ? ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. കള്ളുടിയന്മാര്, എത്രയോ കള്ളുടിയന്മാര് നന്നായത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ വ്യഭിചാരികൾ നന്നായത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ മോഷ്ടാക്കള് കൊള്ളക്കാര് നന്നായത് ഞാൻ കണ്ടിട്ടുണ്ട്. പല ആളുകളും നന്നായത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ബിദ്അത്ത് ബാധിച്ച, ഇത്തിബാഉൽ ഹവ ബാധിച്ച, ബിദ്അത്ത് ബാധിച്ച ആളുകള് അവർ മടങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. സുബ്ഹാനല്ലാഹ്. കാരണം എന്താ? നുവല്ലിഹി മാ തവല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വഴിക്കങ്ങോട്ട് വിടുകയാണ്. വനുസ്ലിഹി ജഹന്നം വസാഅത മസീറ. ഇത് ചെറുതായി കാണാൻ പാടില്ല ഈ വിഷയം. നമ്മള് പിന്നെ ബിദ്അത്തിനെ നമ്മൾ പേടിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസവും ആശയവും തന്നു. എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്ക് അങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് അപകടത്തിലേക്ക് ചെന്ന് ചാടിപ്പോയാൽ പിന്നെ കരക്ക് കയറാൻ കഴിയൂല, രക്ഷപ്പെടൂല. മുഅ്മിനീങ്ങളുടെ വഴിയെ വിട്ടാൽ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ വഴിയല്ലാത്ത വേറെ വഴി സ്വീകരിച്ചാൽ അപ്പോൾ മുഅ്മിനീങ്ങളുടെ വഴി സ്വീകരിക്കണമെന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മഹാനവറുകളെ എന്ന് ബഹുമാനപ്പെട്ട ഇമാമിന് ഷാഫി റളിയല്ലാഹു തആല അൻഹു ഇദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം സമ്മതിച്ചു, ശരി, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നും പറഞ്ഞ് സലാം പറഞ്ഞു പോയി. അപ്പൊ ശിഷ്യന്മാർക്ക് മനസ്സിലായി ഈ വന്ന ആള് ഒരു പടുവല്ല, വന്ന ആളൊരു വിവരമില്ലാത്ത ആളല്ല, മൂപ്പര് സംശയം തീർക്കാൻ വന്നതല്ല, ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിനെ എന്തോ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. വലിയൊരു തത്വം, വലിയൊരു അടിത്തറ ഇമാം ഷാഫി തങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട മഹാന്മാരായ ശിഷ്യന്മാർക്ക് ബോധ്യപ്പെട്ടു. സുബ്ഹാനല്ലാഹ്. ചിന്തിക്കണം, ആലോചിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മുഅ്മിനീങ്ങളെ, അപ്പോൾ മഹാനവറുകളോട് ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഇമാം ഷാഫി തങ്ങളെ ആരാണ് വന്നത്? മഹാനവറുകൾ പറഞ്ഞു, നിങ്ങളറിയോ, ആ വന്നത് സാധാരണക്കാരനല്ല. അദ്ദേഹം ചോദിച്ച ആ ചോദ്യം 3 ദിവസമായി ഓരോ ദിവസവും ഞാൻ 3 വട്ടം ഖുർആൻ ഖത്തം ഓതി. ഈ 3 ദിവസം കൊണ്ട് 9 ഖത്തം ഞാൻ ഓതി. കാരണം ഖുർആൻ മുഴുവൻ ഞാൻ അരിച്ച് പെറുക്കി പരിശോധിച്ചു അദ്ദേഹത്തിന് ആ ആയത്ത് പറഞ്ഞു കൊടുക്കാൻ. അറിയാത്തത് കൊണ്ടല്ല, ഇമാം ഷാഫി തങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് ഏത് വേറെ ആയത്തില്ലാത്തത് കൊണ്ടുമല്ല. പക്ഷെ ഇതിന് ഏറ്റവും സ്യൂട്ടബിളായ ആയത്ത് ഏതാണ് ഓതി കൊടുക്കേണ്ടത്? ഇമാം ഷാഫി തങ്ങളുടെ രീതി അങ്ങനെയായിരുന്നു. ഒരു മസ്അല, ഒരേ ഒരു മസ്അല, ഒറ്റ മസ്അല കണ്ടുപിടിക്കാൻ വേണ്ടി 300 തവണ ഖുർആൻ ഓതി ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു. അതാണ് ഇമാം ഷാഫി തങ്ങളുടെ സ്വഭാവം. ദീനിന്റെ അടിത്തറയിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുക. ഖുർആൻ ഒരിക്കലും കൈയൊഴിഞ്ഞിട്ടില്ല. മദ്ഹബിനെ പിൻപറ്റുമ്പോൾ ഏതെങ്കിലും മദ്ഹബിനെ അംഗീകരിക്കണമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ പറയുമ്പോ ഖുർആനും അതേപോലെ സുന്നത്തും വലിച്ചെറിഞ്ഞിട്ട് മദ്ഹബിലേക്ക് ശരണം കൊണ്ടവരല്ല. അങ്ങനെയാണെന്ന് മനസ്സിലാക്കരുത്, അങ്ങനെയാണെന്ന് എന്ത് ചെയ്യരുത്, മനസ്സിലാക്കരുത്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. പിന്നെയോ, പിന്നെന്താ പിന്നെ സുബ്ഹാനല്ലാഹ്, ഖുർആനിൽ നിന്ന് തന്നെയാണ് എല്ലാ നിയമങ്ങളും. നമുക്ക് നേരെ കാണാൻ കഴിയുന്ന നിയമങ്ങൾ ഖുർആനിൽ കുറച്ചാണെങ്കിലും മഹാന്മാർക്ക്, ഇമാം ഷാഫി തങ്ങളെ പോലെയുള്ള മഹാന്മാർ അവര് ഖുർആനിൽ നിന്ന് കണ്ടുപിടിക്കും. അതിനുള്ള കഴിവ് അല്ലാഹു കൊടുത്തിട്ടുണ്ട്. ഒരു കാര്യം, ഒരു മസ്അല കണ്ടുപിടിക്കാൻ 300 തവണ ഖുർആൻ ഓതി ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പറഞ്ഞു, ഈ 3 ദിവസം ഓരോ ദിവസവും ഞാൻ 3 ഖത്തമാണ് ഓതി തീർത്തത്. അങ്ങനെയാണ് ഞാൻ ആ ആയത്ത് കണ്ടുപിടിച്ചത്. മഹാനവറുകളോട് പറഞ്ഞു കൊടുത്തത്. മഹാനവറുകൾ അംഗീകരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ്. ആ വന്നത് ആരാന്നറിയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അൽ ഖദർ അലൈഹിസ്സലാം, മഹാനായ ഖദർ അലൈഹിസ്സലാം. അല്ലേ, ഇപ്പോഴും ഹയാത്തിലുണ്ട് എന്നാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഖദർ അലൈഹിസ്സലാമിനെ ഈ ലോകത്ത് എന്ന് മുതൽ അല്ലേ, മഹാനായ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിന്
അത്ഭുതകരമായ ആത്മീയമായ വിജ്ഞാനത്തിന്റെ വഴികൾ പറഞ്ഞു കൊടുക്കാൻ. അങ്ങനെ മഹാന്മാരായ ഔലിയാക്കൾ, മഹാന്മാർ അവരുടെ ഒക്കെ ജീവിതത്തിൽ ഖദർ അലൈഹിസ്സലാമിനെ കണ്ടതും സംസാരിച്ചതും ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ദീൻ എന്ന് പറഞ്ഞാൽ ആത്മീയതയുടെ വഴികളാണ്, മുഅ്മിനീങ്ങളുടെ വഴികളാണ്. അത് അംഗീകരിക്കാൻ ഒരു ദീനല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തു രക്ഷിക്കട്ടെ. മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട മഹാന്മാർ, ലോകത്ത് കഴിഞ്ഞുപോയ എത്ര വലിയ വലിയ ആരിഫ്യങ്ങൾ, മഹാന്മാര്, ബഹുമാനപ്പെട്ട ഇമാം അബുൽ ഹസൻ ഷാദുലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ഇമാം ഷാദുലി തങ്ങൾ വലിയ മഹത്വം പഠിപ്പിച്ച മഹാനാണ്. ബഹുമാനപ്പെട്ട അവരൊക്കെ വലിയ അംഗീകാരം നൽകിയ മഹാനാണ് ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റഹിമഹുല്ലാഹ്. അബുൽ അബ്ബാസ് അൽ മുർസി റഹിമഹുല്ലാ ഈജിപ്തിലെ, മിസ്രിലെ അലക്സാണ്ട്രിയയിലാണ് ബഹുമാനപ്പെട്ടവരുടെ മഖ്ബറ ഉള്ളത്. അള്ളാഹു നമുക്കൊക്കെ സിയാറത്തിന് പോകാൻ തൗഫീക്ക് നൽകട്ടെ. അല്ലെ, ഇന്ന് പല ആളുകളും അവിടെയൊക്കെ പോകുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് ആളുകൾ പോയിരുന്നു. ഈജിപ്തിലെ ഇമാം ഷാഫി തങ്ങളുടെയും അതേപോലെ വലിയ വലിയ പല മഹാന്മാരുടെയും മഖ്ബറകളൊക്കെ സിയാറത്ത് ചെയ്യാൻ സൗഭാഗ്യം കിട്ടി. ഇന്ന് വളരെ എളുപ്പമാണ്, അതിനൊക്കെ സൗകര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോകാനും അതേപോലെ അങ്ങനെയുള്ള മഹാന്മാരെ, പലസ്തീന്റെ മണ്ണിൽ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാം, മഹാനായ സയ്യിദുനാ ദാവൂദ് നബി അലൈഹിസ്സലാം, സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം, അവരുടെ ഒക്കെ മഖ്ബറകൾ സിയാറത്ത് ചെയ്യാനൊക്കെ ഇന്ന് ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം സൗകര്യങ്ങളുണ്ട്. അള്ളാഹു നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ പോകാൻ തൗഫീക്ക് നൽകട്ടെ. പോയവരിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ മക്കത്ത് പോകാൻ, ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാൻ, മദീനത്ത് പോകാൻ, സിയാറത്ത് ചെയ്യാൻ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുഅ്മിനീങ്ങളെ, ചിന്തിക്കണം. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റഹിമഹുല്ലാഹ് മഹാനവറുകളെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. മഹാനവറുകൾ മദീനത്ത് പോയി, പുണ്യമായ മദീനത്ത് പോയി, പരിശുദ്ധമായ മദീന മുനവ്വറയിൽ പോയി മുത്തുനബിയെ സിയാറത്ത് ചെയ്തു. മദീന മുനവ്വറയിൽ താമസിക്കുന്ന ഒരു ദിവസം പരിശുദ്ധമായ ഉഹദിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഉഹദിലേക്ക് പോയി ഒരു കൂട്ടുകാരൻ ഒരാളെയും ഒപ്പം കൂട്ടി ഉഹദിലേക്ക് പോയി. സുബ്ഹാനല്ലാഹ്, ഉഹദിന്റെ താഴ്വാരത്ത് അവിടെ ബഹുമാനപ്പെട്ട ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുണ്ട്. കൂടെ പോയ ആള് പറയാണ്, ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോ മഖ്ബറ പൂട്ടിയിട്ടിരിക്കുകയാണ്, ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂല. ഇപ്പോഴും അങ്ങനെയാണല്ലോ, എപ്പോഴും നമ്മൾ പോയാൽ പുറത്ത്, ആ ഗേറ്റിന്റെ പുറത്തുനിന്ന് സിയാറത്ത് ചെയ്യാതെ അങ്ങോട്ട് ഉള്ളിലേക്ക് കടക്കാൻ പറ്റൂല. സുബ്ഹാനല്ലാഹ്, ഞങ്ങൾ ചെന്നപ്പോൾ ബാബുൽ മഖ്ബറ, ആ മഖ്ബറയുടെ വാതിൽ തുറക്കപ്പെട്ടു. അലാ ഖർഖിൽ ആദത്തി, അത്ഭുതകരമായി. ആരും തുറന്നതൊന്നുമല്ല, ഞങ്ങളോട് ചെന്നപ്പോൾ അത്ഭുതകരമായി അതങ്ങോട്ട് തുറക്കപ്പെട്ടു. അത് തന്നെ വലിയൊരു അത്ഭുതമായി തോന്നി. അങ്ങനെ ബഹുമാനപ്പെട്ടവര് ഞങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. അതൊരു സാധാരണ മനുഷ്യന്മാരെ പോലെ തോന്നുന്നില്ല. അവിടെ ഒരുപാട് ആളുകൾ, ആ മഖ്ബറയിൽ നിറയെ ആളുകൾ അവിടെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധാരണക്കാരാണ് എന്ന് തോന്നുന്നുമില്ല. ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് മുർസി റഹിമഹുല്ലാഹ് അവിടുന്ന് ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ മഹാനവറുടെ മഖ്ബറയുടെ ഖബർ ശരീഫിന്റെ അരികിൽ നിന്ന് ദുആ ചെയ്തു. فطلب من الله العفو والعافية والمعافاة في الدنيا والآخرة. അല്ലാഹുവിൽ നിന്നുള്ള അഫ്വ ചോദിച്ചു, ആഫിയത്ത് ചോദിച്ചു. മഹാനവറുകൾ ചോദിച്ചത് അഫ്വ, ആഫിയത്ത് ചോദിച്ചു. വൽ മുആഫാത ഫി ദുനിയ വൽ ആഖിറ. അങ്ങനെ ഇദ്ദേഹത്തോട് കൂടെയുള്ള ആളോട് പറഞ്ഞു, ഇജ്ജും ചോദിച്ചോ, അനക്ക് വേണ്ടത് ചോദിച്ചോ. കാരണം ഇപ്പൊ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. ദുആക്ക് ഉത്തരം കിട്ടുന്ന സമയവും സന്ദർഭമാണിത്. അള്ളാഹിനോട് ഇപ്പൊ ദ്വയർന്നാൽ ഉത്തരം കിട്ടും എന്ന് പറഞ്ഞു. ഈ ആളോട് ദ്വയർക്കുന്നുണ്ട്. ഇയാളൊരു സാധാരണക്കാരനാണ്. മൂപ്പര അള്ളാഹിനോട് ശരി, ഉറപ്പായി ഉത്തരം കിട്ടുന്ന ഒരു ചാൻസ് ആണല്ലോ, ഒരു സമയമാണല്ലോ. ഫസഅലല്ലാഹ ദീനാറൻ. അപ്പൊ മൂപ്പര അള്ളാഹിനോട് പണം ചോദിച്ചു. മൂപ്പർക്ക് ആവശ്യം അതാണ്. ഇപ്പൊ ചോദിച്ചാൽ കിട്ടും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അള്ളാഹിനോട് ചോദിച്ചാൽ ദ്വയർന്നാൽ ഉത്തരം കിട്ടും എന്നാ പറഞ്ഞത്. അപ്പൊ മൂപ്പര, അപ്പൊ ഞാൻ എന്താ ദ്വയർക്കണം ആലോചിച്ചു. പഠിച്ചവന് എനിക്ക് കുറെ പൈസ ആവശ്യമുണ്ട്, കുറെ പണം വേണം എന്ന് അള്ളാഹിനോട് മൂപ്പര് ദ്വയർന്നു. രണ്ടാളും സിയാറത്ത് കഴിഞ്ഞ് പോന്നു.
മൂപ്പര് വേറൊന്നും ചോദിച്ചില്ല. വലം എതുക്കുറി ജന്നത്തും വല നാറ, സ്വർഗോ നരകോ പരലോകത്തോ ഒന്നും ചോദിച്ചില്ല. മൂപ്പര് കിട്ടിയ ചാൻസിൽ ഇത് ഉറപ്പാണല്ലോ, ഉത്തരം കിട്ടുന്ന ഉറപ്പാണെന്ന് പറഞ്ഞതല്ലേ. അങ്ങനെ ഫറജ, അവര് മദീന പള്ളിയിലേക്ക് മടങ്ങി വരാണ്. ഉഹദിൽ നിന്ന് മദീന പള്ളിയിലേക്ക് മടങ്ങി വരാം. വലമ്മാ വസല ബാബൽ മദീന, അങ്ങനെ മദീന പള്ളിയുടെ ആ വാതിൽക്കരയൊക്കെ കണ്ട് കയറുന്ന സമയത്ത് ഒരാളിങ്ങോട്ട് ഓടി വന്നിട്ട് ഇയാളെ കയ്യിൽ ഒരു വലിയൊരു കിഴി, പണത്തിന്റെ ഒരു കിഴി ഇയാളെ കയ്യിൽ കൊടുത്തിട്ടാണ് പോയത്. ആ നാട്ടുകാരാണ് എന്നാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായത്. മദീനക്കാരിൽ ആരോ ആണ്. കാരണം കണ്ടപ്പോൾ ഒരു അറബിയാണ്, മദീനക്കാരനാണ് എന്ന് തോന്നുന്ന രൂപത്തിൽ ഒരാൾ വന്നിട്ട് വലിയ ഒരു പണക്കിണി ഈ ആളുടെ കയ്യിൽ കൊടുത്തിട്ട് അയാളങ്ങോട്ട് പോയി. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങളുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ഷാദുലി തങ്ങളെ കാണാൻ രണ്ടുപേരും കൂടെ ചെന്നു. അബുൽ ഹസൻ ഷാദുലി തങ്ങളുടെ അടുത്തേക്ക് എത്തിയപ്പോഴേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല, ഉണ്ടായ സംഭവങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കശ്ഫിന്റെ ഇൽമിലൂടെ മഹാനവറുകൾക്ക് വിവരം കിട്ടി. ബഹുമാനപ്പെട്ട ഇമാം ഷാദുലി തങ്ങള് ഉടൻ തന്നെ ഇയാളോട് ചോദിച്ചു, അല്ല ചങ്ങായെ, ഫഹല്ലാ തലബതക അബുൽ അബ്ബാസ്, അബുൽ അബ്ബാസ് ചോദിച്ചതുപോലെ അണുക്കും ചോദിച്ചൂടായിരുന്നോ? അൽ അഫ്വ വൽ ആഫിയ, അല്ലാഹുവിൽ നിന്നുള്ള അഫ്വും ആഫിയത്തും ചോദിച്ചൂടായിരുന്നോ? അല്ലാഹുവേ എനിക്ക് മാപ്പാക്കണേ. നമ്മൾ റമദാനിന്റെ അവസാനത്തെ 10 തേടും, അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ. അഫ്വ് ആഫിയത്ത് മുത്തനബി ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ. നമ്മൾ ദുആ ചെയ്യാറുണ്ട്, അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ. അഫ്വ ആഫിയത്ത്, പടച്ചോനെ മാപ്പ് പൊറുക്കണേ റബ്ബേ. അല്ലാഹുവോട് പൊറുക്കലിനെ ചോദിക്കുക, ആഫിയത്തും പടച്ചോനോട് ചോദിക്കുക. ഇത് അബുൽ അബ്ബാസ് ചോദിച്ചതുപോലെ ചങ്ങായെ അനക്കും അല്ലാഹുവോട് ചോദിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചു. എന്നാൽ ലിയകൂന ലിഅംരി ദീനിക വ ദുനിയാക കാഫിയതൻ വ വാഫിയ, ദുനിയാവിനും ആഖിറത്തിനും രണ്ടിനും, ദീനിനും ദുനിയാവിനും അത് മതിയായിരുന്നു. നിനക്ക് ദുനിയാവും കിട്ടിയിരുന്നു, ദീനിനും ദുനിയാവിനും അത് മതിയായിരുന്നു. കാഫിയത്തും വാഫിയ, അത് പൂർണ്ണമായി മതിയായതായിരുന്നു. എന്തിനാണ് നീ ഇങ്ങനെ ഇടങ്ങറായി ചോദിച്ചത്, ദുനിയാവ് ചോദിച്ചത് എന്ന് ചോദിച്ചു ബഹുമാനപ്പെട്ട മഹാനായ അബുൽ ഹസൻ ഷാദുലി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആരാണ് അബുൽ അബ്ബാസ് മുർസി റഹിമഹുല്ലാ? ആ കാലത്ത് ജീവിച്ചിരുന്ന വലിയ മഹാനാണ് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു. അല്ലേ, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തസവുഫിന്റെ അഹ്ലുകാരെ, തസവുഫിന്റെ അറിയപ്പെട്ട കിതാബാണ് ഹിക്കം. ഹിക്കമിന്റെ കർത്താവ് ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു മഹാനവറുകള് പറയാണ്, എനിക്ക് അബുൽ അബ്ബാസിന്റെ കാര്യത്തിൽ, അബുൽ അബ്ബാസ് മുർസിയുടെ കാര്യത്തില് എനിക്ക് സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ്, എങ്ങനെ പറയണ കേൾക്കാന്നല്ലാതെ, വലിയ ആളാണെന്ന് പറയണ കേൾക്ക അങ്ങനെ ഉണ്ടാവുമല്ലോ. ആലിമീങ്ങൾക്കും അങ്ങനെ ഒരാളെ കുറിച്ച് അങ്ങനെ കേൾക്കുമ്പോ ഉറപ്പില്ല, എങ്ങനെയെന്ന് അറിയൂല, ഒഴിഞ്ഞു മാറും. മഹാനവറുകൾ പറഞ്ഞു, അങ്ങനെയായിരുന്നു എന്റെ അവസ്ഥ. ഞാന് ഒരു ദിവസം മഹാനവറുടെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ ബഹുമാനപ്പെട്ടവരെ സംസാരിക്കുന്നുണ്ട്, ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, ഇഹ്സാൻ എന്താണ്. ഒരു ദിവസം ബഹുമാനപ്പെട്ടവരുടെ മജ്‌ലിസിൽ ഞാൻ എത്തിയപ്പോ അബുൽ അബ്ബാസ് മുർസി തങ്ങൾ സംസാരിക്കുക, ഇസ്ലാം എന്താണ്, അത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശരീഅത്ത് മുറുകെ പിടിച്ച് ജീവിക്കലാണ്. അത് അല്ലാഹുവിന് വഴിപ്പെടുന്ന താഅത്തിന്റെ ദറജയാണ്. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് മഖാമു ഹഖീഖത്തി ശറഈ, അതാണ് ശറഇന്റെ ഹഖീഖത്തിന്റെ സ്ഥാനം, അത് ഹഖീഖത്തിന്റെ സ്ഥാനാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ മഖാമു ശുഹൂദുൽ ഹഖ്, അത് ശുഹൂദുൽ ഹഖ്, ഖൽബിലെ മനസ്സിലെ ഹഖ് അങ്ങട്ട് സാക്ഷ്യപ്പെടലാണ്, ആ സ്ഥാനമാണ്. ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ. ഇസ്ലാം എന്ന് പറഞ്ഞ ശരീഅത്തിന്റെ സ്ഥാനമാണ്, ഈമാൻ ഹഖീഖത്തിന്റെ സ്ഥാനമാണ്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ തഹഖഖുന്റെ ഹഖ് ഖൽബിൽ സ്ഥിരപ്പെടുന്ന സ്ഥാനമാണ് എന്നൊക്കെ ആ രൂപത്തിലുള്ള ചർച്ചകളാണ് ബഹുമാനപ്പെട്ടവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ചർച്ച അങ്ങനെ വഴല് കേട്ടപ്പോ എനിക്ക് തോന്നിപ്പോയി, ഇത് ഒരു സാധാരണ ഒരാളല്ല, ഇത് വെറും കിതാബും, ഇത് കിതാബ് ഓതി പഠിച്ച് ഉള്ള വർത്താനല്ല, ഇത് ഹിക്മത്തിന്റെ വർത്താനാണ്, ഇത് ഹിക്മത്തിന്റെ വർത്താനങ്ങളാണ് പറയുന്നത് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. അങ്ങനെ ഞാന് അന്ന് മഹാനവറുടെ മജ്‌ലിസിൽ നിന്ന് പോയി.
രണ്ടാമത് ഞാൻ പിന്നെയും വന്നു. കാരണം പിന്നെ എന്റെ മനസ്സിന് കൊതിയായി, പിന്നെയും മഹാനുള്ള സദസ്സിൽ പോകണം, വാഴ കേൾക്കണം എന്ന് കൊതിയായി. ഞാൻ രണ്ടാമത് പിന്നെയും പോയി. ഞാൻ പോയിട്ട് അന്ന് ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു, എന്റെ മനസ്സിൽ വല്ലാത്ത ടെൻഷനും ആശയക്കുഴപ്പങ്ങളും ദുഃഖങ്ങളൊക്കെ എന്റെ മനസ്സിലുണ്ടായിരുന്നു. മഹാനോടെ മനസ്സിൽ വല്ലാതെ ടെൻഷനും ബുദ്ധിമുട്ടും ആധിയും വ്യാധിയൊക്കെ ഉണ്ട് എന്ന് ഞാൻ പരാതി പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞു, എല്ലാ മനുഷ്യന്മാരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ 4 അവസ്ഥയാണ്, 5ാമതൊരവസ്ഥ അല്ല. അഹ്വാനുൽ അബ്ദി, ഓരോരുത്തരുടെ ഹാല് 4 ലാ ഖാമിസ ലഹാ, 5ാമത്തെ ഒരവസ്ഥ അല്ല. എന്നിട്ട് പറഞ്ഞു 4 അവസ്ഥകൾ. ഒന്ന് അന്നിഅമ, നിഅമത്തിന്റെ അവസ്ഥയാണ്. 2 വൽ ബലിയ, പരീക്ഷണത്തിന്റെ അവസ്ഥയാണ്. 3 വത്അത്തിന്റെ അവസ്ഥയാണ്. വൽ മഅസിയ, പാപത്തിന്റെ അവസ്ഥയാണ്. 4 ഹാലാണ്. നിഅമത്തിന്റെ ഹാലാണെങ്കിൽ അല്ലാഹുക്ക് ശുക്ർ ഉണ്ടാവണം. എന്തിനാ ടെൻഷൻ, എന്തിനാ ദുഃഖം, എന്തിനാ ആദി, എന്തിനാ വ്യാധി? നിഅമത്തിന്റെ അവസ്ഥ ചില ആളുകൾക്ക് ഉണ്ടാവും. നിഅമത്തിന്റെ അവസ്ഥയാണോ റബ്ബിനോട് ശുക്ർ ഉണ്ടാവുക. പരീക്ഷണത്തിന്റെ അവസ്ഥയാണോ, ബുദ്ധിമുട്ടിന്റെ അവസ്ഥയാണോ, എന്നാൽ സബർ, ക്ഷമിക്കുക. ത്വാഅത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചെയ്ത ഗുണം അതിന് നീ സാക്ഷിയാവണം, അത് ഖൽബിലുണ്ടാവുക, അല്ലേ? അപ്പോഴാണ് ത്വാഅത്ത് ചെയ്യാൻ കഴിയുക. ഭക്ഷണത്തിനോടുള്ള ഹക്ക്, ഭക്ഷണം കഴിക്കുമ്പോൾ നിർബന്ധ ബാധ്യതയായി മഹാന്മാര് പറഞ്ഞതാണ് എന്ത്? ആ ഭക്ഷണത്തിന്റെ ഖുവ്വത്ത് നിന്നിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹ്ക്ക് എതിര് ചെയ്യരുത് എന്ന്. ഭക്ഷണം കഴിക്കുമ്പോൾ നിർബന്ധമായി പാലിക്കേണ്ട കാര്യങ്ങളിൽ ഒന്ന് പറഞ്ഞതെന്താ? ഭക്ഷണം കഴിച്ച ആ ശക്തി, ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം ഖുവ്വത്തുണ്ടാവില്ല. ആ ഖുവ്വത്ത് ശരീരത്തിൽ നിലനിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യരുത്? അല്ലാഹ്ക്കെതിരെ പാപം ചെയ്യരുത് എന്ന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അല്ലാഹ്ക്ക് വഴിപ്പെടുമ്പോൾ നമ്മുടെ മനസ്സുണ്ടാവണം, പടച്ച റബ്ബ് നിഅമത്ത് തന്നിട്ടാണല്ലോ, അല്ലാഹുവേ അൽഹംദുലില്ലാ നിനക്ക് വഴിപ്പെടാൻ കഴിയുന്നത്. പടച്ച റബ്ബ് തന്ന നിഅമത്തിനെ കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാവുക. പിന്നെ പാപം ചെയ്യുന്ന 4ാമത്തെ അവസ്ഥയാണെങ്കിലോ വൽ മഅസിയ, പാപത്തിന്റെ ഹാലാണെങ്കിൽ അത്തൗബ, തൗബയും ഉണ്ടാകണം. എന്തിനാ ടെൻഷൻ ആവാൻ ഒന്നുമില്ല. എന്താണ് നിങ്ങൾക്ക് ടെൻഷൻ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിച്ചില്ല. എന്ത് കാരണത്താലാണ് നിങ്ങളുടെ മനസ്സുമുട്ട് എന്ന് ചോദിച്ചില്ല. പറഞ്ഞു, ഏത് മനുഷ്യന്മാരും ഏത് ആളുകളും നാലാലൊരവസ്ഥയിലായിരിക്കും. നാലാലൊരവസ്ഥ 4 കാര്യങ്ങളെ കൊണ്ട് ഇങ്ങനെ നേരിടണം എന്ന്. അങ്ങനെ ഫഖുംതു മിൻ ഇന്ദി, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ എഴുന്നേറ്റ് പോരാൻ വേണ്ടി ഒരുങ്ങാണ്. എങ്ങനെ അറിയോ? ഫകഅന്നമാ കാനത്തുൽ ഹുമൂം വൽ അഹ്സാൻ സൗബൻ നസഅതുഹു, എന്റെ മനസ്സിന് അവിടെ നിന്ന് എഴുന്നേറ്റ് പോരുന്ന സമയത്ത് എന്റെ എല്ലാ ടെൻഷനും ദുഃഖങ്ങളും വ്യാധികളൊക്കെ പിന്നെ ഡ്രസ്സ് അഴിച്ചു മാറ്റി വെച്ചതുപോലെ എല്ലാം എന്റെ മനസ്സിന് അങ്ങോട്ട് അഴിച്ചു മാറ്റി അങ്ങോട്ട് വെച്ചു. എന്റെ എല്ലാ വേദനയും, എന്റെ എല്ലാ ടെൻഷനും, ആദിയും ആലോചനയും ഫിക്റൊക്കെ അതങ്ങോട്ട് കുപ്പായം ഊരി വെച്ച് പോകുന്നത് പോലെ എന്റെ മനസ്സിൽ നിന്ന് എല്ലാം അഴിച്ചു മാറ്റി വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നത്. എന്നോട് ചോദിച്ചു എന്റെ അവസ്ഥ എന്താണ്? മഹാനവറുകൾ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചു. കൈഫ ഹാലുക, എന്താ അവസ്ഥ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, മഹാനവറുകളെ ഉഫത്തിഷു അനിൽ ഹമ്മി ഫലാ അജ്ദുഹു, പിന്നെ ഇപ്പൊ എന്റെ മനസ്സിൽ ഞാൻ എങ്ങനെ പരിശോധിച്ച് തെരഞ്ഞു നോക്കിയാലും എന്റെ ഖൽബിൽ, എന്റെ മനസ്സിൽ ഒരു വേദനയും ഒരു ടെൻഷനും ഞാൻ എത്തിക്കുന്നില്ല, കാണുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു, അപ്പോൾ ഖാല ലൈലി ബിവജ്ഹിക മുശ്രിഖു വളലാമുഹു ഫിന്നാസി സാരി വന്നാസു ഫീ സുദഫിൽ ളലാമി വനഹ്നു ഫീ ളൗഇൻ നഹാരി. ജനങ്ങളൊക്കെ ഇരുട്ടിലാണെങ്കിൽ നമ്മള് പ്രകാശത്തിലാണ്. ജനങ്ങളൊക്കെ ഇരുട്ടിലാണെങ്കിൽ നമ്മൾ പ്രകാശത്തിലാണ് എന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ടവർ, അല്ലേ? സുബ്ഹാനല്ലാഹ്. ലൈലി ബിവജ്ഹിക മുശ്രിഖു, നിന്റെ മുഖത്ത് പ്രകാശം ഇരുട്ട് പോയിട്ട് പ്രകാശം പരക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മഹാനവറുകൾ പറഞ്ഞു, ജനങ്ങൾ ഇരുട്ടിലാകുമ്പോൾ നമ്മൾ പ്രകാശത്തിലാണ്, വെളിച്ചത്തിലാണ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, ആരിഫീങ്ങൾ
മഹാന്മാർക്ക് പോലും വഴിവെളിച്ചം കാണിച്ചു കൊടുത്തവർ. ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദർ റളിയല്ലാഹു അൻഹു അറിയപ്പെട്ട വലിയ മഹാനാണ്. ആ മഹാനുഭാവന് പോലും വലിയ വഴിവെളിച്ചം കാണിച്ചു കൊടുത്ത ബഹുമാനപ്പെട്ട അബുൽ അബ്ബാസ് അൽ മുർസി റഹിമഹുല്ലാഹ്. അല്ലാഹുവിന്റെ മഹാന്മാർ, ഖൽബ് പ്രകാശിച്ചവർ, ജനങ്ങൾ ഇരുട്ടിലാകുമ്പോൾ ഖൽബ് പ്രകാശിക്കുന്നവർ, ജനങ്ങൾ ഇരുട്ടിലാകുമ്പോൾ മുഖം പ്രകാശിപ്പിക്കുന്നവർ, ഖൽബുകളെ പ്രകാശിപ്പിച്ചവർ. ആ പ്രകാശം ഖൽബിലേക്ക് ഇറങ്ങി വന്നപ്പോൾ, ആ പ്രകാശം നൂറാനിയത്ത് ഖൽബിൽ വന്നപ്പോ പിന്നെ ഒരു ദുഃഖവുമില്ല, ഒരു ടെൻഷനുമില്ല, എല്ലാം പോയി. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഒരു ദുഃഖവുമില്ല, ഒരു സങ്കടവുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഒക്കെ മഹബ്ബത്ത് കൊണ്ട് നമ്മുടെ ഖൽബിലേക്ക് ഈമാനിന്റെ പ്രകാശം അല്ലാഹു ഇട്ടുതരട്ടെ. അതിലൂടെ നമ്മുടെ ശരീരവും നമ്മുടെ അവയവങ്ങളും നൂറാനിയത്ത് കൊണ്ട് പ്രകാശിപ്പിക്കാൻ, പരലോകം പ്രകാശിപ്പിക്കാൻ, ഖബർ പ്രകാശിപ്പിക്കാൻ, സ്വർഗം പ്രകാശിപ്പിക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ പ്രകാശ ലോകം അത് അത്ഭുതകരമായ ഒരു ലോകമാണ്. അല്ലാഹുവിന്റെ നൂറാനിയത്തിന്റെ പ്രകാശ ലോകം അത് വലിയ മഹാത്ഭുതമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, പടച്ച റബ്ബ്, ഇത് എന്താണ് എങ്ങനെയാണെന്ന് എല്ലാം കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ പടച്ച റബ്ബ് ഖുർആനിലൂടെയും മുത്തനബി ഹദീസിലൂടെ പഠിപ്പിച്ച ചില കാര്യങ്ങൾ. അല്ലാഹു പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ പ്രകാശം എങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന പ്രകാശമല്ല. മലായിക്കത്ത് ആളുകൾക്ക് അതെല്ലാവരും ഓരോന്ന് വാങ്ങാം, എല്ലാവർക്കും തികയോന്ന് അറിയില്ല. നമ്മള് വിർദുൽ ലത്തീഫ് ചൊല്ലാൻ പോവുകയാണ്, അതിന്റെ ഏടാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. أشهد أن لا إله إلا الله أستغفر الله وأسألك الجنة وأعوذ بك من النار. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. أستغفر الله العظيم أستغفر الله العظيم أستغفر الله العظيم.
أستغفر الله العظيم 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 جددوا إيمانكم وننفروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 لا لا إله إلا الله 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 لا إله إلا الله
لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله لا إله إلا الله. മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വിർദുൽ ലത്തീഫ് വിർദുൽ ലത്തീഫ്, ഈ വിറുതുകൾ, ഹിസ്ബുകൾ എന്നതൊക്കെ നമ്മൾ കൊല്ലത്തിലൊരിക്കൽ ചൊല്ലാൻ ഉള്ളതല്ല. നമ്മളിപ്പോ റമദാനായപ്പോ ഒരു ദിവസം നമ്മൾ ഹിസ്ബുൽ ബഹർ നമ്മൾ ഓതി, അൽഹംദുലില്ലാ, അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്നതുപോലെ ഇതേപോലെയുള്ള ഹിസ്ബുകൾ, വിറുതുകൾ, ഇതൊക്കെ നമ്മളിങ്ങനെ ഇപ്രാവശ്യം ഹിസ്ബുൽ ബഹറും ദുആയും വിർദുൽ ലത്തീഫും ദുആയും എന്നൊക്കെ ഉൾപ്പെടുത്താനുണ്ടായ കാരണം അത് നമ്മളൊന്ന് പരിചയപ്പെടുക, പഠിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രത്യേകം മനസ്സിലാക്കണം, ഓരോ വിറുതുകൾ, ഓരോ ഹിസ്ബുകൾ, അതൊക്കെ പലതും നിത്യമായി ചെയ്യേണ്ടതാണ്. നിത്യമായി ചെയ്യുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം. വിറുദ് എന്ന്, ഔറാദ്, വിറുദ് എന്നൊക്കെ പറഞ്ഞാൽ തന്നെ അതിനർത്ഥം ഇങ്ങനെ പതിവാക്കി കൊണ്ടുനടക്കണമെന്നാണ്. എപ്പോഴെങ്കിലും ചൊല്ലുന്നത് എന്നുള്ളതല്ല, എപ്പോഴെങ്കിലും ചൊല്ലുന്നത് എന്നല്ല, പതിവാക്കി കൊണ്ട് നടക്കുക. അതാണ് പിന്നെ വിറുദുകള്. റാത്തീബ് എന്നൊക്കെ പറയില്ല, റവാത്തീബ്, റാത്തീബ് എന്നൊക്കെ പറഞ്ഞാല് ഹദ്ദാദിന് റാത്തീബ് എന്നാ പറയാം, റാത്തീബുൽ ഹദ്ദാദ്. നമ്മള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾക്ക് റവാത്തിബ് എന്ന് പറയും. കാരണം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നതാണ്, നിത്യമാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഹദ്ദാദ് എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മൾ നിത്യം ചെയ്യേണ്ടതാണ്. ഇനി അല്ല, നമ്മൾ ആഴ്ചയിലൊരിക്കൽ ചൊല്ലുന്നുള്ള കുഴപ്പമില്ല, മാസത്തിലൊരിക്കലുള്ള കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിത്യമാക്കി ചൊല്ലേണ്ടതാണ്. പിന്നെ ചിലതിനൊക്കെ ചില സമയങ്ങൾ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ചില സമയങ്ങൾ നമ്മൾ ഹിസ്ബുൽ ബഹർ ചൊല്ലിയപ്പോ പറഞ്ഞു അത് ഏറ്റവും നല്ലത് രാവിലെ, വൈകുന്നേരം, ചില ഘട്ടങ്ങളിൽ അസറിന് ശേഷം ചൊല്ലാനുള്ള സമയമൊക്കെ നമ്മളന്ന് പറഞ്ഞിരുന്നു. വിർദുൽ ലത്തീഫ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ച ദിക്റുകളുടെ ഒരു സമാഹാരമാണ്. ഹദ്ദാദ് ഉണ്ടാക്കിയ ആളാണ് ആര്? അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് ഇബ്നു അലവിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ക്രോഡീകരിച്ച ഹദ്ദാദ് പോലെ തന്നെ ഉള്ള ഒരു വിർദാണ് വിർദുൽ ലത്തീഫ്. അവർ ഹദ്ദാദ് മഹാന്മാര്, പല മഹാന്മാര് ക്രോഡീകരിച്ച വിർദുകൾ, ദിക്റുകളൊക്കെ ഉണ്ട്. ചരിത്രത്തിൽ വളരെ അറിയപ്പെട്ട, ഒരുപാട് നമുക്ക് പതിവാക്കിയാൽ ഗുണങ്ങൾ കിട്ടുന്ന, നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ഖൽബിനും നമ്മുടെ അവയവങ്ങൾക്കൊക്കെ നൂറാനിയത്ത് കിട്ടാൻ, പരലോകത്ത് ഉപകാരപ്പെടാൻ, ദുനിയാവിലെ കാര്യങ്ങൾ നേടാൻ, അതിനൊക്കെ കാരണമാകുന്നതാണ് ഇത്തരത്തിലുള്ള വിറുതുകൾ, ദിക്റുകളൊക്കെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബ് നമ്മുടെ ഇബാദത്തുകളൊക്കെ കബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ക്രോഡീകരിച്ച വിറുദാണ് വിർദുൽ ലത്തീഫ്. അത് രാവിലെയും വൈകുന്നേരവും പതിവാക്കുകയാണ് വേണ്ടത്. ഒരു ദിവസം 2 വട്ടം ചൊല്ലാൻ കഴിയുന്ന ആളുകൾ പതിവാക്കുകയാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും. അല്ല, ഇനി രാവിലെ മാത്രമാണ് വിരോധമല്ല, വൈകുന്നേരത്തെ മാത്രമാണെങ്കിലും വിരോധമല്ല. ഇനി അല്ല, നമ്മൾ ആഴ്ചയിലൊരിക്കൽ വെള്ളിയാഴ്ച രാവ്, വ്യാഴാഴ്ച രാവ് ഒരു ദിവസം തെരഞ്ഞെടുത്ത് അങ്ങനെ ചൊല്ലിയാലും വിരോധമൊന്നുമില്ല. ലേശം സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കത് പഠിക്കാനും മനസ്സിലാക്കാനും, നമ്മൾ കൂട്ടമായി ചൊല്ലുമ്പോൾ അതിന് വലിയ പുണ്യമുണ്ട്. നമ്മൾ കൂട്ടായിട്ട് ചൊല്ലാറുണ്ട്, അതൊക്കെ നമ്മൾ പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഞാൻ പ്രത്യേകം മനസ്സിലാക്കുക, വിറുദ് എന്ന് പറഞ്ഞ പതിവാക്കേണ്ടതാണ്. അപ്പൊ അതിന് പഠിക്കുക, പരിചയപ്പെടുക. ഹദ്ദാദ് പോലെ, ഹദ്ദാദ് മാത്രമല്ല, അങ്ങനെ മഹാന്മാര്, മുൻഗാമികളൊക്കെ. പിന്നെ ചിലതൊക്കെ കൂടുതൽ പ്രചാരണം നേടുന്നു മാത്രം. അതിന് ചില കാരണങ്ങളുണ്ടാവും.
അപ്പൊ നമ്മുടെ നാട്ടിൽ മങ്കൂസ് മൗലിദ് വല്ലാതെ പ്രചാരണം നേടി. മങ്കൂസ് മൗലിദ് പോലെ തന്നെ വേറെയും മൗലിദുകളില്ലാത്ത ആയിരക്കണക്കിന് മൗലിദുകളുണ്ട്. ഖുത്ബിയത്ത് പ്രചാരണം നേടി. അതിനൊക്കെ ചില കാരണങ്ങളുണ്ടാവും. മഹാന്മാര് അങ്ങനെ ചരിത്രത്തിൽ കാരണങ്ങളുണ്ടായി, അല്ലേ? അങ്ങനെ ചില കാരണങ്ങൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട്. എന്നതുപോലെ ഹദ്ദാദ് നമ്മുടെ നാട്ടിൽ നേരത്തെ തന്നെ വളരെ വൻ പ്രചാരണം വന്നു. അള്ളാഹു അതൊക്കെ പതിവാക്കാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മഹാൻ അവറുകൾ തന്നെ ക്രോഡീകരിച്ച വിരുദാണ് വിർദുൽ ലത്തീഫ്. ഇൻഷാ അല്ലാഹ് അത് ചിലതൊക്കെ 3 പ്രധാനപ്പെട്ടതൊക്കെ 3 വട്ടം സൂറത്തുൽ ഇഖ്ലാസ് കൊണ്ടാണ് തുടങ്ങുന്നത്. 3 വട്ടം, പിന്നെ മുഅവ്വദത്തൈനി 3 വട്ടം, അങ്ങനെ നമ്മളത് പറയുന്ന ദിക്റുകൾ അല്ലാഹ് ചൊല്ല. ചിലപ്പോ ആദ്യമായി ചൊല്ലുമ്പോ അല്ലേ നമ്മൾ അത് ഒരു ഫോട്ടോസ്റ്റാറ്റാണ്. അപ്പൊ അതുകൊണ്ട് ചിലപ്പോൾ അത് തിരിയാത്തതും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതിൽ കുറ്റങ്ങളും കുറവുകളൊക്കെ വന്നാലും അള്ളാഹു പൊരുത്തപ്പെടട്ടെ. പടച്ച റബ്ബ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമുക്ക് ഇതൊക്കെ പതിവാക്കാൻ പടച്ച റബ്ബ് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. ربي أعوذ بك من همزات الشياطين وربي أن يحضرون. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. ربي أعوذ بك من همزات الشياطين وأعوذ بك ربي أن يحضرون. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. وقل رب اغفر وارحم وأنت خير الراحمين. فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون. يخرج الحي من الميت ويخرج الميت من الحي يحيي الأرض بعد موتها وكذلك تخرجون. أعوذ بالله السميع العليم من الشيطان الرجيم. هذا 3 വട്ടം. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. وقل رب اغفر وارحم وأنت خير الراحمين. فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون. يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون. أعوذ بالله السميع العليم من الشيطان الرجيم. أفحسبتم أنما خلقناكم عبثا وأنكم إلينا لا ترجعون. فتعالى الله الملك الحق لا إله إلا هو رب العرش الكريم. ومن يدع مع الله إلها آخر لا برهان له به فإنما حسابه عند ربه إنه لا يفلح الكافرون. وقل رب اغفر وارحم وأنت خير الراحمين. فسبحان الله حين تمسون وحين تصبحون وله الحمد في السماوات والأرض وعشيا وحين تظهرون. يخرج الحي من الميت ويخرج الميت من الحي ويحيي الأرض بعد موتها وكذلك تخرجون. أعوذ بالله السميع العليم من الشيطان الرجيم.
لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم سلام على نوح في العالمين إنا كذلك نجزي المحسنين عبادنا المؤمنين أعوذ بكلمات الله التامات من شر ما خلق لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون والله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم سلام على نوح في العالمين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين أعوذ بكلمات الله التامات من شر ما خلق لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم والله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون والله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم سلام على نوح في العالمين إنا كذلك نجزي المحسنين إنه من عبادنا المؤمنين أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم اللهم إني أصبحت منك في نعمة وعافية وستر فأتم نعمتك علي وعافيتك سترك في الدنيا والآخرة اللهم إني أصبحت منك في نعمة وعافية وستر فاتم نعمتك علي وعافيتك وسترك في الدنيا والآخرة اللهم إني أصبحت منك في نعمة وعافية وستر فاتم نعمتك علي وعافيتك وسترك في الدنيا والآخرة اللهم إني أصبحت أشهدك وأشهد عملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد عملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد عملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك اللهم إني أصبحت أشهدك وأشهد عملة عرشك وملائكتك وجميع خلقك أنك أنت الله لا إله إلا أنت وحدك لا شريك لك وأن محمدا عبدك ورسولك അത് 4 വട്ടമാണ് മറ്റൊക്കെ 3 വട്ടം അതേപോലെ ഇപ്പൊ നേരത്തെ നമ്മൾ ചൊല്ലിയത് പിന്നെ ഈ ലൗ അൻസൽനാ ചൊല്ലി അതിന്റെ മുമ്പ് പിന്നെ അഫഹസിബത്തും അന്നമാ ഖലഖ്നാകും അബസ എന്ന് ചൊല്ലി അത് നമ്മൾ മുഴുവൻ 3 വട്ടമാണ് ചൊല്ലിയത്. ഇനി അത് മുഴുവൻ ചൊല്ലാതെ അതിന്റെ അവസാനത്തിലുള്ള അഊദു ബില്ലാഹി സമീഉൽ അലീം മിനശ് ശൈത്താനിർ റജീം അത് മാത്രം 3 വട്ടം ചൊല്ലാം. അതേപോലെ ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ അത് 1 വട്ടം ചൊല്ലിയിട്ട് പിന്നെ അവസാനം അഊദു ബികലിമാത്തില്ലാഹി തആമാത്തി മിൻ ശർരി മാ ഖലഖ് അത് മാത്രം 3 വട്ടം ചൊല്ലാം. അങ്ങനെയും ചൊല്ലാവുന്നതാണ്. പിന്നെ الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا آمنت بالله العظيم وكفرت بالجبت والطاغوت واستمسكت بالعروة الوثقى لا انفصام لها والله سميع عليم آمنت بالله العظيم وكفرت بالجبت والطاغوت
واستمسكت بالعروة الوثقى لا انفصام لها والله سميع عليم آمنت بالله العظيم وكفرت بالجبت والطاغوت واستمسكت بالعروة الوثقى لا انفصام لها والله سميع عليم رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا ورسولا حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم അത് 7 വട്ടാണ് حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم حسبي الله لا إله إلا هو عليه توكلت ورب العرش العظيم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم اللهم إني أسألك من فجأة الخير وأعوذ بك من فجأة الشر اللهم أنت ربي لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت وأبوء لك بنعمتك علي وأبوء بذنبي فاغفر لي فإنه لا يغفر الذنوب إلا أنت اللهم أنت ربي لا إله إلا أنت عليك توكلت وأنت رب العرش العظيم ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم يا حي يا قيوم برحمتك أستغيث ومن عذابك أستجير أصلح لي شأني كله ولا تكلني إلى نفسي ولا إلى أحد من خلقك طرفة عين اللهم إني أعوذ بك من الهم والحزن وأعوذ بك من العجز والكسل وأعوذ بك من الجبن والبخل وأعوذ بك من غلبة الدين وقهر الرجال اللهم إني أسألك العافية في الدين والدنيا والآخرة اللهم إني أسألك العفو والعافية والمعافاة الدائمة في ديني ودنياي وأهلي ومالي اللهم استر عوراتي وامن روعاتي اللهم احفظني من بين يدي ومن خلفي وعن يميني وعن شمالي ومن فوقي وأعوذ بعظمتك أن أغتال من تحتي اللهم أنت خلقتني وأنت تهديني وأنت تطعمني وأنت تسقيني وأنت تميت وأنت على كل شيء قدير أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم عليه السلام حنيفا مسلما وما كان من المشركين اللهم بك أصبحنا وبك أمسينا وبك نحيا وبك نموت وعليك نتوكل وإليك النشور أصبحنا وأصبح الملك لله والحمد لله رب العالمين اللهم إني أسألك خير هذا اليوم فتحه ونصره ونوره وبركته وهداه اللهم إني أسألك خير هذا اليوم وخير ما فيه وخير ما قبله وخير ما بعده وأعوذ بك من شر هذا اليوم وشر ما فيه وشر ما قبله وشر ما بعده اللهم ما أصبح بي من نعمة أو بأحد من خلقك ومنك وحدك لا شريك لك فلك الحمد ولك الشكر على ذلك സുബ്ഹാനല്ലാഹി വബിഹംദിഹി അത് 100
100 വട്ടാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പിന്നെ ഇപ്പോൾ 50 വട്ടം 50 വീതം ചൊല്ലിയാൽ മതി ഇൻഷാ അല്ലാഹ്. 2-3 ദിക്റുകൾ 100 വട്ടം ചൊല്ലാറുണ്ട്. അത് നമ്മൾ ഒറ്റയ്ക്ക് ചെല്ലുമ്പോൾ ഇൻഷാ അല്ലാഹ് 100 വീതം ചൊല്ലുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി